വേറൊരു അതപ്പോ കോൺട്രഡിക്ട് ചെയ്യണം. അപ്പൊ നമ്മള് 164 റെക്കോർഡ് ചെയ്തിട്ടുള്ള മജിസ്ട്രേറ്റിനെ അടുത്തും തന്നെ അവരെ വിസ്തരിച്ചിട്ട് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കോടതിയിൽ അവർ പറഞ്ഞ മൊഴിക്ക് വിരുദ്ധമായിട്ടാണ് 161 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സാക്ഷിയോട് ചോദിക്കണം. ആ സാക്ഷിയോട് ചോദിച്ചിട്ട് സാക്ഷി ഡിനേ ചെയ്യാണെന്ന് വെച്ചോളൂ, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ 164 സ്റ്റേറ്റ്മെന്റില് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് എഴുതിയ ആളെ വിസ്തരിക്കണമെന്നില്ല. അപ്പൊ കോൺട്രഡിക്ഷൻ പ്രൂവ്ഡായി. അതേസമയം ഈ 161 നോട്ട് കൊടുത്ത ആളോട് പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയാണ് ഞാൻ അങ്ങനെ പോലീസിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനോട് അത് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് കോൺട്രഡിക്ഷൻ പ്രൂവ്ഡ് ആവുള്ളൂ. മനസ്സിലായില്ലേ? 164 സ്റ്റേറ്റ്മെന്റില് നോർമലി ഇപ്പോഴത്തെ ഒരു റൂൾ അനുസരിച്ചിട്ട് മജിസ്ട്രേറ്റിന് വിസ്തരിക്കണമെന്ന് തന്നെയാ പറയുന്നത്. പക്ഷെ മജിസ്ട്രേറ്റിന് ഓൺലൈനിൽ മജിസ്ട്രേറ്റിന് വീഡിയോ കോൺഫറൻസിൽ വിസ്തരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഒരു സർക്കുലറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്യുന്നത് അത് ഡിനേ ചെയ്ത് കഴിഞ്ഞെന്നാല് അത് എഴുതിയ ആളിലൂടെ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിട്ട് പറയണം. അതേസമയം സാക്ഷി അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഇപ്പൊ നിങ്ങൾ എങ്ങനെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ പ്രൂവ്ഡ് ആയി. മനസ്സിലായില്ലേ? ഓക്കെ സാർ. അപ്പൊ മജിസ്ട്രേറ്റിനെ നിർബന്ധമില്ലേ, വിളിക്കണം നിർബന്ധമില്ല അല്ലെ സാർ? അല്ല, ശരിക്കും സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ വിളിക്കണം. അപ്പൊ അത് വിളിക്കേണ്ടത് അതിനകത്ത് ഹൈക്കോടതിയുടെ സർക്കുലർ പ്രകാരം ആ മജിസ്ട്രേറ്റിനെ വിസ്തരിക്കേണ്ടി വന്നാൽ അത് വീഡിയോ കോൺഫറൻസിൽ വിസ്തരിക്കണമെന്നാണ്. മജിസ്ട്രേറ്റിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ വിളിക്കണമെന്നാണ്. കാരണം ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ മജിസ്ട്രേറ്റ് തന്നെയാണല്ലോ പറയേണ്ടത്. മനസ്സിലായില്ലേ? മനസ്സിലായി സാർ. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ കോൺട്രഡിക്ഷന്റെ എവിഡൻഷ്യറി വാല്യൂ എന്ന് പറയുന്നത് ആ സാക്ഷിയുടെ ക്രെഡിബിലിറ്റിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആകുന്നില്ല. സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആകണമെങ്കിൽ അത് അങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് സാക്ഷി പറയണം. അപ്പൊ ഏതാണ് ശരിയെന്നത് പറയുമ്പോൾ അതാണ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആകുന്നത്. കോടതി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് പോലീസിലും 164ലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ സാക്ഷിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യണം, കോൺട്രഡിക്ഷൻ പ്രൂവ് ചെയ്യണം. ഓക്കെ സാർ. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങിയാലോ. സാറിന്നൊരു പുതിയ ആള് വന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയാ പേരെന്താ? അത് തന്നെ, ഭാഗ്യലക്ഷ്മി. ആളുണ്ടോ? കയറിയിട്ടുണ്ടോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എവിടെയാണ് ഭാഗ്യലക്ഷ്മിയുടെ വീട്? സർ, തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് താമസിക്കുന്നത്. ഓക്കെ. ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്? സർ, ഇപ്പോ 2025 പാസ് ഔട്ട് ആയത്. 25 ആണ്. പുതിയ ആളാണ്. ഓക്കെ. പ്രസാദ് സാറിന്റെ സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലായി. MGCL. ശരി. ഓക്കെ. എന്നാ അപ്പൊ ഞങ്ങള് CRPCയും മറ്റേ കൊറേയൊക്കെ ഇങ്ങനെ ഒക്കെ പാസ് ചെയ്ത് കുറെ അധികം പോയി. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ റിവൈവ് ചെയ്ത് വരുമ്പോ നമ്മള് ലേറ്റ് കമേഴ്സിന് വേണ്ടിയിട്ട് നമ്മള് വീണ്ടും ഇടക്ക് ക്ലാസ് വെക്കാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ കുറെ അധികം പേര് ഇടക്ക് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ടാമത് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഏതായിരുന്നു? 189, 190 കഴിഞ്ഞു. ദെൻ 192 ആണ്. നമ്മൾ 191 വരെ കഴിഞ്ഞു. 191 അത്ര ഇമ്പോർട്ടന്റ് കാര്യമല്ല. കംപ്ലൈന്റ് വിറ്റ്നസിനെ നീഡ് നോട്ട് ബി റിക്വയർഡ് ടു അക്കമ്പനി ദ പോലീസ് ഓഫീസർ ഒരു ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമില്ല. 192 എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഇറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ദി എവിഡൻസ് ആക്ട്. എവിഡൻസ് ആക്ടുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഇതാണ്. പണ്ടത്തെ 172 ആണ്. 172 ഡയറി ഓഫ് പ്രൊസീഡിങ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് ഇസ് ഹെഡിങ്. അപ്പോ അതിന്റെ ആദ്യത്തെ ക്ലോസ് 1 ഒന്ന് വായിക്കുക. സിഗ്മ എന്ന് വായിക്കുമോ? വായിക്കാം സർ. സെക്ഷൻ 192 Diary of Proceedings in Investigation, subsection 1. Every police officer making an investigation under this chapter shall day by day enter his proceedings in the investigation in a diary, setting for the time at which the information reached him, the time at which he began and closed his investigation, the place or places visited by him, and a statement of the circumstances ascertained through his investigation. ഓക്കെ, ഇത് നമ്മള് കേസ് ഡയറി എന്ന് പറയുന്ന സാധനമാണിത്. കേസ് ഡയറി. അപ്പോ ഈ ഡയറി എന്ന് പറയുന്നത് നമ്മുടെ BNSS പ്രകാരം അല്ലെങ്കിൽ പണ്ടത്തെ CRPC പ്രകാരം പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് പറയുന്നത് എവരി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നയാള്, ഈ ചാപ്റ്റർ പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നയാള് എല്ലാ കാര്യങ്ങളും ഡേ ബൈ ഡേ ടു ഡേ എൻറ്റർ ഹിസ് പ്രൊസീഡിങ്സ് ഇൻ ആ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുള്ള ഓരോ ദിവസത്തെ കാര്യവും ഒരു ഡയറിയിൽ രേഖപ്പെടുത്തണം. ഏത് സമയത്ത് ഇൻഫർമേഷൻ കിട്ടി, അയാൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് എന്തെല്ലാം ചെയ്തു, ഇപ്പൊ മാസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പോയതും ഹോസ്പിറ്റലിൽ പോയതും പ്രതിയെ അന്വേഷിച്ചു പോയതും ഈ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൃത്യമായി ഇതിനകത്ത് രേഖപ്പെടുത്തണം. അത് കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു രേഖ കൂടിയാണ്. പിന്നെ ഇതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇത് നമ്മൾ CD അഥവാ കേസ് ഡയറി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. സാധാരണ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതി മൊഴി കൊടുക്കാൻ വരുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് ഈ കേസ് ഡയറി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഒരു മൂവ്മെന്റില് ഓരോ കേസിലും വരുന്ന പോലീസ് സ്റ്റേഷൻ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ചലനങ്ങളും റെക്കോർഡ് ചെയ്യുന്ന വേറൊരു രേഖയാണ്. അതിന്റെ പേര് ജനറൽ ഡയറി എന്നാണ്. ആ ജനറൽ ഡയറി എന്ന് പറയുന്നത് അതിൽ ഇന്ത്യൻ പോലീസ് ആക്ടിന്റെ സെക്ഷൻ 44 പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന രേഖയാണ്. അപ്പോൾ ജനറൽ ഡയറി ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം കേസ് ഡയറി. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം, മനസ്സിലായില്ലേ? കേസ് ഡയറി എന്ന് പറയുന്നതും ജനറൽ ഡയറി എന്ന് പറയുന്നത് തമ്മിൽ രണ്ടാണ്. ജനറൽ ഡയറി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തണമെന്നാണ്. GD എൻട്രി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇപ്പൊ ആക്സിഡന്റ്, ഇപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒഫൻസിലേക്ക് പോകുന്നില്ല, ഒരു സംഭവം ഉണ്ടായി പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു GD എൻട്രി, ഞാനിപ്പോ ഒരു GD എൻട്രി നടത്തിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായി? ഇന്നലെ പോകുമ്പോ എന്റെ കാറിന്റെ പുറകെ കൊണ്ടുവന്ന് ഒരു വാൻ കൊണ്ടുവന്ന് ഇടിച്ച് എന്റെ കാറിന്റെ ഏതാണ്ട് ഡിക്കി മൊത്തം പ്രശ്നത്തിലായി. അപ്പൊ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ GD എൻട്രി വേണം. അപ്പൊ ജനറൽ ഡയറിയിൽ അത് അവർ രേഖപ്പെടുത്തി ഇങ്ങോട്ട് തരും. ആ ജനറൽ ഡയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീങ് പ്രിപ്പയർഡ് ആസ് പെർ സെക്ഷൻ 24 ഓഫ് ദി പോലീസ് ആക്ട്. അത് സെൻട്രൽ പോലീസ് ആക്ട് ആണ്, കേരള പോലീസ് ആക്ട് അല്ല കേട്ടോ. സെൻട്രൽ പോലീസ് ആക്ട് നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുന്നത് കേസ് ഡയറിയാണ്. നമ്മൾ കേസ് ഡയറി കോൺട്രഡിക്ഷൻസ് എന്നാണ് പറയുന്നത്. സാധാരണ കോടതിയിൽ കോൺട്രഡിക്ഷൻ വരുമ്പോൾ കേസ് ഡയറി കോൺട്രഡിക്ഷൻ എന്നാണ് സാധാരണ നമ്മൾ ട്രയൽ ഉപയോഗിക്കുക. അപ്പോ ആ ഡയറി പ്രിപ്പയർ ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 192 ആണ്. ഏർലിയർ 172 ഓഫ് CRPC, ഇപ്പോഴത്തെ 192. അപ്പോ അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ എപ്പോൾ ക്ലോസ് ചെയ്തു, ഇതെല്ലാം രേഖപ്പെടുത്തണം. ഇനി നമ്മൾക്ക് 2-ലിട്ട് വരുമ്പോൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി വിറ്റ്നസ് റെക്കോർഡ് ഡ്യൂറിംഗ് കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സെക്ഷൻ 180 ഷാൽ ബി ഇൻസേർട്ടഡ് ഇൻ ദ കേസ് ഡയറി. ആ കേസ് ഡയറിയിൽ ഈ സാക്ഷികളുടെ മൊഴികളെല്ലാം അതിനകത്ത് ഉണ്ടാവണം. ഇനി ദ ഡയറി റെഫേർഡ് ഇൻ സബ്സെക്ഷൻ 1 ഷാൽ ബി വോളിയം ആൻഡ് ഡ്യൂലി പേജിനേറ്റഡ്. അതിന് കൃത്യമായി പേജ് നമ്പർ ഉണ്ടാവണം. അപ്പൊ കോടതിയിലെങ്ങാനും അത് റെഫർ ചെയ്യേണ്ടി വന്നാൽ അതിൽ പേജ് നമ്പർ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. മിക്കവാറും അത് ഇടാറില്ല, പിന്നീട് കോടതിയിൽ എങ്ങനെ ആവശ്യപ്പെടുമെന്നുള്ളത് വന്നാൽ മാത്രമേ അത് ഇടുന്നത്. അപ്പൊ ശരിക്കും അത് ഒരു പേജ് നമ്പർ ഇട്ട് കോടതിയിൽ ഹാജരാക്കണം എന്നാണ് പറയുക. സാധാരണ വേണമെങ്കിൽ നമ്മുടെ ബെയിൽ ആപ്ലിക്കേഷൻ സമയത്തൊക്കെ കോടതികൾ അത് പരിശോധിക്കാറുണ്ട്.
ഇനി ട്രയലിന്റെ സമയത്ത് പരിശോധനയെ സംബന്ധിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് നമ്മൾ താഴെ വായിക്കും. നെക്സ്റ്റ് ക്ലോസ് 4 എന്ന് വായിക്കൂ. സഫീല വായിക്കൂ. ക്ലോസ് 4. Clause 4. Any criminal court may send for the police diaries of a case under inquiry or trial in such court and may use such diaries not as evidence in the case but to aid it in such inquiry or trial. ഓക്കെ. അപ്പൊ ആ ഡയറിയുടെ ഒരു പ്രത്യേകത എന്താണ്? എനി ക്രിമിനൽ കോർട്ട് മേ സെൻഡ് ഫോർ ദ പോലീസ് ഡയറി ഓഫ് എ കേസ് അണ്ടർ എൻക്വയറി ഓർ ട്രയൽ ഇൻ സച്ച് കോർട്ട് ആൻഡ് മേ യൂസ് സച്ച് ഡയറീസ് നോട്ട് ആസ് എവിഡൻസ് ഇൻ ദ കേസ് ബട്ട് ടു എയ്ഡ് ഇൻ സച്ച് എൻക്വയറി ഓർ ട്രയൽ. അപ്പൊ ആ കേസ് ഡയറി കോടതിക്ക് ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നോട്ട് ആസ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ബട്ട് ടു എയ്ഡ് എന്ന് പറഞ്ഞാൽ ട്രയലില് അല്ലെങ്കിൽ എൻക്വയറിയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു കൊറോബറേഷൻ ആയിട്ട്, ഒരു എയ്ഡ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ദ കണ്ടന്റ്സ് ഓഫ് ദ കേസ് ഡയറി കനോട്ട് ബി യൂസ്ഡ് ആസ് എവിഡൻസ്. മനസ്സിലായില്ലേ? അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് 5 കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. 5 എന്ന് ഭാഗ്യലക്ഷ്മിയുടെ ബുക്ക് ഉണ്ടോ? BNSS ഉണ്ടോ? Yes, sir. അപ്പൊ ക്ലോസ് 5 എന്ന് വായിക്കും. Okay, sir. Neither the accused nor his agents shall be entitled to call for such diaries, nor shall he or they be entitled to see them merely because they are referred to by the court. But if they are used by the police officer who made them to refresh his memory, or if the court uses them for the purpose of contradicting such police officer, the provisions of section 148 or section 164 as the case may be of the Bharatiya Sakshya Adhinayam 2023 shall apply. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അതായത് നേരത്തെ 4 പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ക്രിമിനൽ കോടതിക്ക് ആ കേസ് ഡയറി ഉപയോഗിക്കാം, പരിശോധിക്കാം. പക്ഷെ അത് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. അതിന്റെ കണ്ടന്റ്സ് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ബട്ട് അത് ആ ട്രയലിന് അല്ലെ എൻക്വയറിക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 5 വന്നപ്പോ എന്താണ്? ഒരു അക്യൂസ്ഡ് ഉള്ള ഒരു ബാർ പറയുന്നുണ്ട്. അക്യൂസ്ഡിന് എന്താണ്? നൈദർ ദി അക്യൂസ്ഡ് ഓർ ഹിസ് ഏജന്റ് ഷാൽ ബി എൻടൈറ്റിൽഡ് ടു കോൾ ഫോർ സച്ച് ഡയറീസ്. അപ്പോ ഈ 192 പ്രകാരമുള്ള ഡയറി വിളിച്ചു വരുത്താനുള്ള അധികാരം പ്രതിക്കോ പ്രതിയുടെ ഏജന്റിനോ ഇല്ല. ടോട്ടലി ബാറാണ്. മനസ്സിലായില്ലേ? ഇനിയും പറയുന്നുണ്ട്, നോർ ഷാൽ ഹി ഓർ ദേ ആർ എൻടൈറ്റിൽഡ് ടു സീ. അത് കാണാൻ പോലും പറ്റത്തില്ല. എന്താണ്? മിയർലി ബിക്കോസ് ദേ ആർ റെഫേർഡ് ടു ബൈ ദ കോർട്ട്. കോടതി നേരത്തെ പറഞ്ഞു കോർട്ട് ക്യാൻ സെൻഡ് ഫോർ ദ പോലീസ് ഡയറി. അത് കോടതിക്ക് പരിശോധിക്കാം. കോടതി പരിശോധിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ പുറത്ത് പ്രതിക്ക് അത് നോക്കാനുള്ള അവകാശമില്ല തന്നെ. ടോട്ടൽ ബാറാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ ഭാഗത്ത് അതാ പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് എന്താ പറയണത്? നൈദർ ദി അക്യൂസ്ഡ് nor the agent shall be entitled to call for such diaries. അത് വിളിച്ചു വരുത്താൻ പറ്റത്തില്ല. അത് കാണാൻ പോലും പറ്റത്തില്ല. എന്താ കാണാൻ പറ്റാത്തത്? കോടതി ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കത് നോക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പ്രതിക്ക് ഉപയോഗിക്കാമെന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. എപ്പോഴാണ്? 2 സന്ദർഭത്തിൽ. ഏതൊക്കെയാണത്? 1, ബട്ട് എന്നാൽ if they are used by the police officer who made them to refresh his memory. പോലീസ് ഓഫീസർ അയാളുടെ മെമ്മറിയെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡയറി ഉപയോഗിച്ചാൽ. രണ്ടാമത്തത്, ഓർ if the court uses them for purposing contradicting the police officer. ആ പോലീസ് ഓഫീസറെ കോൺട്രഡിക്റ്റ് ചെയ്യാനായിട്ട് ആ ഡയറി കോടതി ഉപയോഗിച്ചാൽ. അപ്പൊ 2 സന്ദർഭം പറഞ്ഞു. 1, പോലീസ് ഓഫീസർ അയാളുടെ കയ്യിലിരിക്കുന്ന കേസ് ഡയറി അയാളുടെ മെമ്മറിയെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ. 2, പോലീസ് ഓഫീസറിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി. പോലീസ് ഓഫീസറെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കേസ് വിസ്തരിച്ചിരിക്കുകയെന്ന് വെച്ചോളൂ. ആ സമയത്ത് ഇപ്പൊ
അയാളെ മൊഴി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡീവിയേഷൻ മൊഴിയിൽ നിന്ന് വരുന്ന ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വന്നെന്ന് കരുതുക, മനസ്സിലെ തെറ്റായിട്ട് പറഞ്ഞു എന്ന്, ഉദാഹരണത്തിന് അറസ്റ്റ് സമയത്തോ അല്ലെങ്കിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ അതെന്തെങ്കിലും ചിലപ്പോ മറ്റേ നമ്മുടെ അറസ്റ്റ് മെമ്മോയിലോ ഇൻസ്പെക്ഷൻ മെമ്മോയിലോ റെക്കോർഡിക്കലായിട്ട് കാണുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇയാൾ തെറ്റായിട്ട് പറഞ്ഞാൽ ആ ഡയറി വെച്ചിട്ട് കോടതിക്ക് അതിനകത്ത് ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ലല്ലോ, ഇങ്ങനെയല്ലേ കാണുന്നത് എന്ന് ചോദിച്ചാൽ അപ്പൊ അത് കോൺട്രഡിക്ഷനായി. പോലീസ് ഓഫീസറെ കോടതി കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ എന്താണ് പോലീസ് ഓഫീസർ മെമ്മറി റിഫ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അതെപ്പോഴാണ് ഉണ്ടാവണേ? അത് ഉദാഹരണത്തിന് ഒരു സാക്ഷിയെ കണ്ടു ചോദിച്ച സമയത്ത് ചോദിക്കുന്നു, നിങ്ങൾ ഈ രണ്ടാം സാക്ഷിയെ നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടു ചോദിച്ചത് എന്ന് ചോദിക്കുന്നു. എവിടെ വെച്ചാണ് കണ്ടു ചോദിച്ചത്? അപ്പൊ അയാള് അത് നോക്കിയിട്ട് റിഫ്രഷ് ചെയ്തിട്ട് പറയുന്നു, പിന്നെ എന്താണ് ഇത്രാം തീയതി കണ്ടു ചോദിച്ചു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ മെമ്മറി റിഫ്രഷ് ചെയ്തപ്പോൾ അതൊരു സന്ദർഭമാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? പ്രതിക്ക് ആ രണ്ട് സന്ദർഭങ്ങളിലും such police officer the provisions of section 148 and 164, അതായത് പഴയ 145 and 161 ആണ്. 145 പഴയ 145, ഇപ്പോഴത്തെ 148 എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് എക്സാമിനേഷനും കോൺട്രഡിക്ഷനുമാണ്. എവിഡൻസ് ആക്ടിൽ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിട്ട് ക്രോസ് എക്സാമിനേഷനും കോൺട്രഡിക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് 145, ഇപ്പോഴത്തെ 148 എന്ന് പറയുന്നത്. 164 എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് പാർട്ടിക്ക് ചോദിക്കാൻ, റിഫ്രഷ് ചെയ്യുമ്പോൾ അഡ്വേഴ്സ് പാർട്ടിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ആണ്. ഈ രണ്ട് പ്രൊവിഷനും വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യാൻ ആർക്ക് അവകാശമുണ്ട്? പ്രതിക്ക് അവകാശമുണ്ട്. അപ്പൊ നമുക്ക് 145 164 ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. One forty five. 148. Cross-examination as to previous statements in writing. എന്താണ്? A witness may be cross-examined as to previous statement made by him in writing or reduced into writing. അതെവിടെയാ വന്നെ? or reduce into writing എവിടെയാ വരണേ? reduce into writing എവിടെയാ വരണേ? 161 നമ്മൾ ഇപ്പൊ പറയുമ്പോ 161 അല്ല പറയേണ്ടത്. ഇപ്പൊ പറയുമ്പോ ഏത് പറയണം? അല്ല, സെക്ഷൻ അവര് പറഞ്ഞ കറക്റ്റ് ആണ്. പഴയ 161 CRPC BNSS ആണ് സാർ അല്ലേ? അതെ BNSS പറയുമ്പോ നമ്മൾ എന്താ പറയേണ്ടതാണ് ചോദിച്ചത്. 180 ആണ്. 180 പഴയ 161 180 162 എന്ന് പറയുമ്പോ 181. അപ്പൊ അതിലാണ് റെഡ്യൂസ്ഡ് ഇൻ റൈറ്റിംഗ്. പിന്നെയും പറയുന്നുണ്ട് ഒരിടത്ത് റെഡ്യൂസ്ഡ് ഇൻ റൈറ്റിംഗ് എവിടെയാ പറയണ? 164 ആണ് CRPC. പിന്നെ റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് ഓഫ് ഡെപ്പോസിഷൻ ആണ്. റെഡ്യൂസ്ഡ് റൈറ്റിംഗിന്റെ വാക്ക് പിന്നെ പറയുന്നുണ്ട്. എവിടെയാ അത്? പിന്നെ അല്ല, അത് തന്നെ FIS പഴയ 154 ഇപ്പോഴത്തെ 175 അല്ലേ? 173 ഇപ്പോഴത്തെ 173. അപ്പോ അതൊക്കെയാണ് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ റെഡ്യൂസ് ഇൻ റൈറ്റിംഗ് ആൻഡ് റെലവന്റ് ടു ദ മാറ്റേഴ്സ് ഇൻ ക്വസ്റ്റ്യൻ വിത്തൗട്ട് സച്ച് റൈറ്റിംഗ് ബീയിങ് ഷോൺ ടു ഹിം ഓർ ബീയിങ് പ്രൂവ്ഡ്. ഇപ്പൊ 145 ഫസ്റ്റ് പാർട്ടാണ് അത്. ആ ഫസ്റ്റ് പാർട്ട് പറഞ്ഞ എന്താണ്? പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്? മേ ബി ക്രോസ് എക്സാമിൻഡ്. ഇനി സെക്കൻഡ് ലിംബ് എന്താ? സെക്കൻഡ് ലിംബ് ബട്ട് if it is intended to contradict him
by the writing, his attention must, before the writing can be proved, be called to those parts of it which are to be used for the purpose of contradicting him. അപ്പോൾ 145 രണ്ട് ലിമ്പുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ക്രോസ് എക്സാമിനേഷനും സെക്കൻഡ് പാർട്ട് കോൺട്രഡിക്ഷനുമാണ്. അപ്പോൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ വിത്തൗട്ട് ബീയിങ് ഷോൺ എന്ന് പറയുന്നുണ്ട്, വിത്തൗട്ട് ബീയിങ് ഷോൺ അല്ലെ, ആ റൈറ്റിംഗ് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ കോൺട്രാക്ട് ചെയ്യാനാണെങ്കിൽ അതിലേക്ക് അയാളുടെ ശ്രദ്ധ വിളിച്ചു വരുത്തണം. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ക്രിമിനൽ ട്രയലിൽ കാണുന്നത് 161 സ്റ്റേറ്റ്മെന്റിൽ അവരെടുത്തിട്ട് വക്കീലന്മാരെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രൊവിഷൻ അവിടെ ഉപയോഗിക്കാം. എപ്പോഴാണ്? രണ്ട് സന്ദർഭങ്ങളിൽ. ഒന്ന്, if the court uses it for contradicting the police officer, അല്ലെങ്കിൽ the police officer who used for refreshing his memory, ഈ ഒരു പ്രൊവിഷൻ ഉപയോഗിക്കാം. രണ്ടാമത്തെ പ്രൊവിഷൻ 164 ആണ്, പഴയ 161. ആ 164 പറയുന്നത് റൈറ്റ് ഓഫ് അഡ്വൈസ് പാർട്ടി ആസ് ടു റൈറ്റിംഗ് യൂസ്ഡ് ടു റിഫ്രഷ് മെമ്മറി. മനസ്സിലായല്ലേ? എന്താണ്? എനി റൈറ്റിംഗ് റെഫേർഡ് ടു അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ടു ലാസ്റ്റ് പ്രൊസീഡിംഗ് സെക്ഷൻസ്. ലാസ്റ്റ് പ്രൊസീഡിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് 163 162 ആണ്. 162 റിഫ്രഷിംഗ് മെമ്മറി. എന്താണ്? എ വിറ്റ്നസ് മേ വൈൽ അണ്ടർ എക്സാമിനേഷൻ റിഫ്രഷ് ഹിസ് മെമ്മറി by referring to any writing made by himself at the time of transaction concerning which he is questioned, or so soon afterwards the court considers it likely that the transaction was at that time fresh in his memory. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് മകസറൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഡോക്ടറൊക്കെ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അവരപ്പം തന്നെ ഉണ്ടാക്കിയ രേഖകളാണ്. അത് വെച്ചിട്ട് അവർക്ക് അത് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് 162 പറയുന്നത്. Provided that witness may also refer to any such writing made by any other person and read by the witness within such aforesaid if he read it he knew to be correct. അതായത് വേറൊരാളുടെ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരേ ഓഫീസിലുള്ള ഒരു ആള് തയ്യാറാക്കിയ ഒരു രേഖ അയാളുടെ വേറൊരാളുടെ പ്രസൻസ് തയ്യാറാക്കുന്നു. അയാൾ ആ കോടതി വരുമ്പോൾ അയാൾ മരിച്ചുപോയെന്ന് കരുതുക. അപ്പൊ അയാൾക്ക് അത് വെച്ചിട്ട് ആ രേഖകൾ നോക്കിയിട്ട് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, whenever the witness may refresh his memory by reference to any document, he may, with the permission of the court, refer to a copy of such document. ആ ഒറിജിനൽ വേണമെന്നില്ല, അതിന്റെ കോപ്പി വെച്ചിട്ട് പറയാം. Provided that the court be satisfied that there is sufficient reason for non-production of the original. അപ്പോൾ ഒറിജിനൽ ഇല്ലെങ്കിലും ഒറിജിനൽ ഹാജരാക്കാത്തതിന്റെ കാരണം പറയണം. ഫോർ എക്സാമ്പിൾ, കേസ് ആൻഡ് കൗണ്ടർ കേസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഒറ്റ മാസ്റ്ററായിരിക്കും, ഒറ്റ സീമാസ്റ്ററായിരിക്കും പോലീസ് ഓഫീസർ പ്രിപ്പയർ ചെയ്യണത്. ഒറിജിനൽ ഒരു കേസിലും കോപ്പി വേറൊരു കേസിലും ഹാജരാക്കും. അപ്പൊ ഇതിനകത്ത് അവര് അത് നോക്കിയിട്ട് ഈ കോപ്പി നോക്കി പറയാനേ കാര്യമുള്ളൂ. അപ്പൊ അവര് പറയണത് എന്താണ്? ഇതിന്റെ ഒറിജിനൽ ഇന്ന കേസിൽ ഇന്ന കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഈ പ്രൊവിഷൻ അനുസരിച്ചിട്ട് അതിനകത്ത് അത് റിഫ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. Provide further that an expert may refresh his memory by reference to professional treatise. അപ്പൊ എന്തെങ്കിലും തർക്കം വരികയാണെങ്കിൽ അവർക്ക് അത് അതിന്റെ ട്രീറ്റി നോക്കിയിട്ട് മറുപടി പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സെക്ഷൻ 163 എന്താണ്? ടെസ്റ്റിമണി ടു ഫാക്ട്സ് stated in a document mentioned in 162. A witness may also testify to the facts mentioned in any such document as is mentioned under section 162, although he has no specific recollection of the facts themselves, if he is sure that facts were correctly recorded in that document. അപ്പൊ ഈ രണ്ട് പ്രൊവിഷന് വേണ്ടിയിട്ട് പ്രൊവിഷന്റെ കാര്യത്തിൽ എന്താ പറയണത്? ഇനി 164 എന്താ പറയണത്? Any writing referred to under the provision of 162 and 163 shall be produced and shown to the adverse party, and if he requires it, such party may, if he pleases, cross-examine the witness thereupon. അപ്പോൾ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡ്വൈസ് പാർട്ടിക്ക് അതിനെ സംബന്ധിച്ച് ക്രോസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് രണ്ട് സന്ദർഭങ്ങളിൽ ഈ 164ഉം അതുപോലെ തന്നെ 148ന്റെ പ്രൊവിഷനും പ്രതിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോഴേ പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ടത്.
ആ സന്ദർഭത്തിൽ മാത്രമേ പറ്റൂ. അതിനൊരു ടോട്ടൽ റെസ്ട്രിക്ഷൻ ആണ്. അത് ഉപയോഗിച്ചില്ല എങ്കിൽ കേസ് ഡയറി ഇത് നോക്കാൻ പോലും പറ്റത്തില്ല. അപ്പോ എന്താണ് പറയണത്? 192 എന്താ പറയുന്നത്? 192 പറയുന്നത്, ക്ലോസ് 5 പറയുന്നത് നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. Neither the accused nor the agent shall be entitled to call for such diaries. അത് വിളിച്ചു വരുത്താൻ പാടില്ല. ചിലരൊക്കെ കോടതി വന്ന് പെറ്റീഷൻ, ആ കേസിൽ CD വിളിച്ചു വരുത്തണം എന്നൊക്കെ പെറ്റീഷൻ ഫയൽ ചെയ്യാറുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോ അത് ഇറ്റ് ഈസ് ബാർഡ് അണ്ടർ സെക്ഷൻ 192. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചോളുക, പ്രതിക്ക് അത് വിളിച്ചു വരുത്താനുള്ള അധികാരമില്ല. പിന്നെന്താ, ഒന്നുകൂടെ പറയുന്നുണ്ട്, അത് മാത്രം വിളിച്ചു വരുത്താൻ അധികാരം മാത്രമല്ല, ഇയാളുടെ കയ്യിരിക്കുന്ന സാധനം കാണാൻ പോലും പറ്റത്തില്ല. അതാണ് അടുത്ത പറഞ്ഞത്. നോ ഷാൽ he or they are entitled to see them merely because they are referred to by the court. കോടതി എടുത്ത് പരിശോധിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് നോക്കാനുള്ള അധികാരമില്ല. ടോട്ടൽ ബാറാണ്. എന്നാൽ 2 സന്ദർഭങ്ങളിൽ പ്രതിക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏത് സന്ദർഭങ്ങളിലാണ്? ഒന്ന്, if they are used by the police officer who made them to refresh his memory. അയാളുടെ മെമ്മറി റിഫ്രഷ് ചെയ്യാനായിട്ട് പോലീസ് ഓഫീസർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇഫ് ദ കോർട്ട് യൂസസ് them for the purpose of contradicting such police officer. ആ പോലീസ് ഓഫീസറെ കോൺട്രഡിക്റ്റ് ചെയ്യാനായിട്ട് കോടതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ 2 സന്ദർഭങ്ങളിൽ എന്താ പറയുന്നത്? 2 സന്ദർഭങ്ങളിൽ എന്ത് പറ്റും? പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 148 and 164 as the case may be of BNS shall apply. അപ്പൊ ആ സമയത്ത് പ്രതിക്ക് അത് അവരെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള, കോൺട്രാക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആ 2 സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ, ഒരു ഡിസിഷൻ ഉണ്ട്. നിങ്ങൾ അത് വായിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. മനസ്സിലായില്ല? ഡിസിഷൻ ശൈലേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP 2024 KHC 6096. 2024 KHC 6096. ശൈലേഷ് കുമാർ വേഴ്സസ് സൈറ്റേഷൻ വല്ലതും ഉണ്ടോ? വോളിയല്ല, KHC വോളിയം. പറഞ്ഞുതരാം. ഇത് ഓൺലൈൻ കിട്ടുന്നില്ല സാർ. എടുത്തു. അതിന്റെ പാരലൽ സൈറ്റേഷൻ 2024 പാർട്ട് 2 KLT ഷോർട്ട് നോട്ട് 12 ആണ്. അതിന്റെ ഓൺലൈൻ ഉണ്ട്, അത് മതിയാവോ? 2024 KLT ഓൺലൈൻ 11/23. 2024 ലൈവിലോ സുപ്രീം കോർട്ട് 162. KHC ഓൺലൈനും ഉണ്ട്. 2024 KHC ഓൺലൈൻ, അതാണ് ഞാൻ പറഞ്ഞത്, 6096. പിന്നെ KLDയിലുണ്ട് 2024 പാർട്ട് 1 KLD 445. അതില് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാതെ. അതായത് പാര നമ്പർ 9 പറയുന്നത്, ദി aforementioned provisions are to be read conjointly and homogeneously. It is evident from the subsection 2 of section 172 CRPC that the trial court has unfettered power to call for and examine the entries in the police diaries maintained by the investigating officer.
This is a very important safeguard. The legislature has reposed complete trust in the court which is conducting inquiry or trial. If there is any inconsistency or contradiction arising in the evidence, the court can use the entries made in the diaries for the purpose of contradicting the police officer as provided subsection 3 of section 172 CRPC. It cannot be denied that court trying the case is the best guardian of the interest of justice. Under subsection 2, the criminal court may send for the diaries and may use them not as evidence but to aid it in inquiry or trial. The information which the court may get from the entries in such diaries usually will be utilized as the foundation for the questions to be put to the police witness, and the court may, if necessary in his discretion, use the entries to contradict the police officer who made them. But the entries in the police diary are neither substantive nor corroborative evidence, and they cannot be used against any other witness than against the police officer, that too for the limited extent indicated above. Coming to the use of the police diary by the accused, subsection 3 of 172 clearly lays down that neither the accused nor his agent shall be entitled to call for such diaries, nor he or they may be entitled to see them merely because they are referred to by the court. But in case the police officer uses the entries in the details to refresh his memory, or if the court uses them for the purpose of contradicting the police officer, then the provisions of 145, 148 and 161, 164, as the case may be of the Evidence Act would apply. Section 145 Evidence Act provides for the cross-examination of a witness as to the previous statement made by him in writing or reduced into writing, and if it was intended to contradict him in writing, his attention must be called to those portions which are to be used for the purpose of contradiction. Section 161 deals with the adverse party's right. As to the writing used to refresh memory, it can therefore be seen that the right of the accused to cross-examine the police officer with reference to the entries in the police diary is very much limited in extent, and even that limited scope arises only when the court uses the entries to contradict the police officer, or when the police officer uses it for refreshing his memory. Appo അത് വളരെ ക്ലിയർ ആകും, നന്നായിട്ട് വായിക്കുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഇതെല്ലാം പറയുന്നുണ്ട്, അതിനകത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ ആണത്, അത് ശ്രദ്ധിക്കുക. എന്താണ് അവിടെ ഈ കോടതിക്ക് അത് കോൾ ഫോർ ചെയ്യാം, എന്നാൽ പ്രതിക്കോ പ്രതിയുടെ ഏജന്റിനോ അത് വിളിച്ചു വരുത്താൻ അധികാരമില്ല. കോടതി അത് നോക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രതിക്ക് അത് നോക്കാനും പറ്റത്തില്ല. എന്നാൽ രണ്ട് സന്ദർഭങ്ങളിൽ അത് എവിഡൻസ് ആക്ടിന്റെ 2 പ്രൊവിഷൻ അനുസരിച്ചിട്ട് പ്രതിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, കോടതി ഉപയോഗിക്കുമ്പോൾ, എന്തിനു ഉപയോഗിക്കുമ്പോൾ, സപ്പോസ് ദ കോർട്ട് യൂസസ് ഇറ്റ് ഫോർ കോൺട്രഡിക്റ്റിംഗ് ദ പോലീസ് ഓഫീസർ ഹൂ മെയ്ഡ് ദ കേസ് ഡയറി. 1. 2, if the police officer who made the case diary uses it for refreshing his memory. ഈ 2 സന്ദർഭങ്ങളിലും അത് വെച്ചുകൊണ്ട് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ, കോൺട്രഡിക്റ്റ് ചെയ്യാനും as mentioned, as provided in section 148 and 164 of the ഭാരതീയ അധിനിയം അല്ലെങ്കിൽ എവിഡൻസ് ആക്ട്. മനസ്സിലായില്ലേ? അപ്പോ ക്വസ്റ്റ്യൻ വരുമ്പോ ശ്രദ്ധിച്ചോളണം, ഈ 2 പർപ്പസിനല്ലാതെ വേറെ ഒന്നിനും അത് ഉപയോഗിക്കാൻ പാടില്ല. റെസ്ട്രിക്ഷൻ ഉണ്ട്, കൃത്യമായ ലിമിറ്റഡ് പർപ്പസിന് മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് കഴിയൂ.
ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കാം. അതായത് സപ്പോസ് ഒരു കേസില് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ പിന്നെ അതിലെ വിക്ടിം പ്രതിയായിട്ടൊരു കേസിനെ സംബന്ധിച്ചിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു GD എൻട്രി എന്ന് GD എൻട്രി ഉണ്ടെന്ന് പ്രതി പറയുന്നു വരിക. പ്രതിയുടെ കേസ് അതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു GD ജനറൽ ഡയറി എൻട്രി ഉണ്ട് ഈ കേസിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രതിക്കെതിരെ, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ അതിന് ഈ ജനറൽ ഡയറി വിളിച്ചു വരുത്തുന്നു. Suppose the accused filed a petition to call for the general diary. Whether that can be allowed. എന്ത് പറയുന്നു? മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? മനസ്സിലായി സർ. അതെ, കിട്ടും. കോടതിയിൽ അനുവദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സപ്പോസ് പ്രോസിക്യൂട്ടർ ഒബ്ജക്റ്റഡ് ഇറ്റ് on the ground that the bar of extension can also be extended to the general diary also. ഓടിടാൻ പറ്റും സർ. GD കൊടുക്കാം പ്രതിക്ക്, GD കൊടുക്കാം, CD കൊടുക്കാൻ പറ്റില്ല. അതെ. അപ്പൊ അതാണ് ആ ഡിസ്റ്റിങ്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനറൽ ഡയറി ഈസ് നോട്ട് ദ ഡയറി പ്രിപ്പയർഡ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദി BNS. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് പ്രിപ്പയർഡ് അണ്ടർ ദി ഇന്ത്യൻ പോലീസ് ആക്ട്. അതുകൊണ്ട് ജനറൽ ഡയറി കൊടുക്കുന്നതിന് തടസ്സമില്ല. മനസ്സിലായി? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് 193 ആണ്. 193 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ 173 ഇപ്പോഴത്തെ അപ്പൊ നമ്മൾ 173 റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓർക്കുക ഇത് 193 റിപ്പോർട്ടാണ്. ഇനി മുതൽ 193 റിപ്പോർട്ട് 193 നമുക്ക് വഴങ്ങത്തില്ലെങ്കിലും കുറച്ച് നാള് അങ്ങനെ 173 കയറി വരും. സാരമില്ല. 173 റിപ്പോർട്ട് എന്നാണ് നമ്മൾ സാധാരണ പറയുക. ഇത് 173 റിപ്പോർട്ട്. അപ്പോ നെക്സ്റ്റ് വായിക്കുക. സ്റ്റെഫി ഒന്ന് വായിക്കുമോ? 193. Report of police officer on completion of investigation. Every investigation under this chapter shall be completed without unnecessary delay. Close to investigation in relation to an offence under section 64, 65, 66, 67, 68, 70, 71 of Bharatiya Nyaya Sanhita 2023, or under section 4, 6, 8 or section 10 of Protection of Children from Sexual Offences Act 2012 shall be completed within 2 months from the date on which the information was recorded by the police officer in charge of the police station. 3. As soon as the investigation is completed, the officer in charge of the police station shall forward, including through electronic communication, to a magistrate empowered to take cognizance of the offence on a police report, a report in the form as the state government may by rules provide, stating the names of the parties, the nature of the information, the names of the persons who appear to be acquainted with the circumstances of the case, whether any offence appears to have been committed, and if so, by whom, whether the accused has been arrested, whether the accused has been released on his bond or bail bond, whether the accused has been forwarded in custody under section 190, whether the report of medical examination of the woman has been attached where investigation relates under section 64, 65, 66, 67, 68, 70
or Section 71 of Bharatiya Nyaya Sanhita 2023. The sequence of custody in case of electronic device. The police officers shall within a period of 90 days inform the progress of the investigation by any means, including through electronic communication to the informant or the victim. The officers shall also communicate in such manner as the state government may by rules provide the action taken by him to the person of any by whom the information relating to the commission of the offense was given. അപ്പൊ 193 എന്ന് പറയുന്നത് all the investigation shall be completed and it should be culminated into filing a report. That report may either under section 190 or under section 189. നമ്മൾ നേരത്തെ പഠിച്ചു 189 ആണോ 190. അതായത് എവിഡൻസ് ഡെഫിഷ്യന്റ് ആണെങ്കിൽ റെഫർ റിപ്പോർട്ടായിട്ട് ഫയൽ ചെയ്യുക, എവിഡൻസ് സഫീഷ്യന്റ് ആണെങ്കിൽ അത് ചാർജ് ഷീറ്റ് ആയിട്ട് ഫയൽ ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞത് ഫൈനൽ റിപ്പോർട്ട് ഈസ് ഫൈൽഡ് നോർമലി ജനറലി ബൈ അണ്ടർ സെക്ഷൻ 193. ബട്ട് വെൻ ദ 193 റെഡ് വിത്ത് 189 ആകുമ്പോൾ അത് റെഫർ റിപ്പോർട്ട് ആകും. 193 റെഡ് വിത്ത് 190 ആകുമ്പോൾ അത് ചാർജ് ഷീറ്റ് ആകും. അപ്പോൾ എന്താ പറയുന്നത്, ഇതിനകത്ത് ഒരു ടൈം സ്പാൻ സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് കേസിനാണ്. അത് മറ്റേ സെക്ഷൽ ഒഫൻസിനെല്ലാം പറയുന്നുണ്ട് 2 മാസത്തിനുള്ളിൽ ഇതിന്റെ ഇത് ഫയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് 2 മാസത്തിനുള്ളിൽ. 2 മാസത്തിനുള്ളിൽ പിന്നെ സ്റ്റാറ്റ്യൂട്ടിലുണ്ട്. എത്രയും നടക്കണ്ടെന്ന് നമുക്കറിയില്ല. 2 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യുന്നുണ്ടാവും. അടുത്തത് ഈ 193 റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും കൊടുക്കണം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്? ആദ്യം നമ്മൾ നോർമലി 193 കൊടുക്കുന്ന സമയത്ത് കുറെ അധികം ഒറിജിനൽ ഡോക്യുമെന്റ് കോടതിയിൽ അവർ കൊടുത്തിരിക്കും. എന്തൊക്കെയാണ്? FI സ്റ്റേറ്റ്മെന്റ്, FIR അത് ഒറിജിനൽ നേരത്തെ കൊടുക്കും. മഹസർ പ്രിപ്പയർ ചെയ്യുന്നത് കൊടുക്കും. മറ്റ് മുൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതെല്ലാം കൊടുക്കും. അപ്പൊ എല്ലാം കഴിയും നിർബന്ധമായിട്ട് നിങ്ങളെ ഫോം, ഫൈനൽ റിപ്പോർട്ടിന്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്. ആ ഫോമിൽ ഇതെല്ലാം പറയുന്നുണ്ട്. നെയിം ഓഫ് ദ പാർട്ടീസ്, നേച്ചർ ഓഫ് ഇൻഫർമേഷൻ, നെയിംസ് ഓഫ് ദ പേഴ്സൺ, അതായത് വിറ്റ്നസ് ആണ്, ഹു അക്വൈന്റഡ് വിത്ത് ദി സർക്കംസ്റ്റൻസ് ഓഫ് ദ കേസ്, ദെൻ വെദർ എനി ഒഫൻസ് അപ്പിയർസ് ടു ഹാവ് ബീൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ആരാൾ കമ്മിറ്റ് ചെയ്തു, അങ്ങനെയുള്ള കോളംസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് വരണം. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെന്നാൽ എന്താണ്, മെഡിക്കൽ എക്സാമിനേഷന്റെ റിപ്പോർട്ടുകൾ, ദെൻ സീക്വൻസ് ഓഫ് കസ്റ്റഡി ഇൻ കേസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ്. എന്താണെന്നറിയാവോ? എന്തോ ഈ സീക്വൻസ് ഓഫ് കസ്റ്റഡി ഇൻ കേസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് എന്താ? ആർക്കെങ്കിലും പറയാവോ? അതെ 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 അല്ല, എന്താണ് ഈ സീക്വൻസ് ഓഫ് കസ്റ്റഡി എന്ന് പറയുന്നത്? എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെൻ ഡ്രൈവ് അല്ലെ ലാപ്ടോപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഗതികളാണ്. പക്ഷെ ഈ സീക്വൻസ് ഓഫ് കസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? സാർ, ഈ ഡിവൈസ് ചിലത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഹാഷ് വാല്യൂ ഇങ്ങനെയൊക്കെ മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, അത് വെച്ചിട്ടാണോ? അല്ല, അതുകൊണ്ട് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്ല, അപ്പൊ അത് കൃത്യമായിട്ട് എപ്പോ അത് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അത് ഏതാണ്ടതാണ്. പക്ഷെ എന്തായാലും ഒരു ഫുള്ളിലേക്ക് വന്നില്ല. സർ, ആരുടെയൊക്കെ പൊസഷനിൽ ഇത് വന്നു എന്നാണോ? ആരുടെയൊക്കെ പൊസഷനിൽ ഇലക്ട്രോണിക് ഡിവൈസ് വന്നു, കസ്റ്റഡി ആർക്കൊക്കെ ഉണ്ടായിരുന്നു? ഏതാണ്ട് അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇലക്ട്രോണിക് ഡിവൈസിൽ വരുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറയാം. ഈ സീക്വൻസ് ഓഫ് കസ്റ്റഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഇപ്പൊ ഒരു NDPS കേസില് ഡ്രഗ് പിടിക്കുന്നു എന്ന് കരുതുക. ഡ്രഗ് പ്രതിയുടെ പൊസഷനിൽ നിന്ന് സീസ് ചെയ്തു. അപ്പൊ അവിടെ തൊട്ട് ആരംഭിച്ചല്ലോ. സീസ് ചെയ്തെടുത്ത് അവിടെ വെച്ച് സീൽ ചെയ്തെടുത്ത് അത് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. അത് മൂവ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി.
പോലീസ് സ്റ്റേഷനിൽ പോയാൽ പിന്നെ അത് എവിടെ ഇരിക്കണം? പോലീസ് സ്റ്റേഷനിൽ തൊണ്ട് റൂമിൽ തൽക്കാലം വെച്ചു. ആ തൊണ്ട് റൂമിൽ ചീസിയതിന് ശേഷം അവിടുന്ന് അവർ നേരെ പിറ്റേ ദിവസം കോടതിയിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കോടതിയിലേക്ക് അയക്കുന്നു. അപ്പൊ അവിടുന്ന് യാത്ര തുടങ്ങി നേരെ കോടതി വന്നു. കോടതി വന്നിട്ട് അവിടുന്ന് നേരെ ഇതിനെ അനാലിസിസിന് വിടുന്നു. അനാലിസിസിന് വിട്ടിട്ട് അവിടെ പോയി ഒരു റിസൾട്ട് വരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനിടക്ക് ഇവൻ എവിടെയൊക്കെ പോയി, ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് ഉണ്ടാവണം. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഇലക്ട്രോണിക് മീഡിയ വെച്ചിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെൻഡ്രൈവ് അല്ല ഒരു സാധനം കോപ്പി ചെയ്തെടുക്കുന്നു. അപ്പൊ എന്താണ്, ഇത് എവിടെ നിന്ന് എടുത്തു, എവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് എങ്ങോട്ട് പോയി, എവിടെ ഓപ്പൺ ചെയ്തു. അപ്പൊ ഒരു സ്ഥാനത്ത് നിന്ന് തുടങ്ങിയാൽ അതിങ്ങനെ സഞ്ചരിച്ച് കോടതിയിലെ ട്രയലിന് എത്തുന്നത് വരെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കണ്ടിന്യൂവേഷൻ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് ഉണ്ടാവണം. അതാണ് ഈ സീക്വൻസ് ഓഫ്. അല്ല വെറുതെ ഇത് അതിന്റെ പെൻഡ്രൈവ് ആണ് അല്ലെങ്കിൽ പ്രതിയുടെ ഇൻവോൾവ്മെന്റ് തെളിയിക്കുന്ന പെൻഡ്രൈവ് ആണ് എന്ന് പറഞ്ഞ കാര്യം നടക്കൂല. ആ പെൻഡ്രൈവ് എവിടുന്ന് വന്നു, ആ പെൻഡ്രൈവിൽ എങ്ങനെ ഇത് അബ്സോർബ് ചെയ്തു, ഏത് മെത്തേഡ് സ്വീകരിച്ചു, എവിടെ നിന്ന് തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഈ 193 റിപ്പോർട്ടിന്റെ കൂടെ പറയണം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ക്ലോസ് 1 പറയുന്നത് എന്താണ്? വിക്ടിമിന്റെ റൈറ്റ് ആണ്. എന്താണ്? 90 ഡേയ്സിനുള്ളിൽ ഈ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിക്ടിമിനെ അറിയിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഫയൽ റിപ്പോർട്ട് കൊടുത്തിട്ടെങ്കിൽ ആ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം ഇപ്പോ ഇലക്ട്രോണിക് ഡിവൈസ് മുഖേന ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ വഴി നിങ്ങളുടെ കേസ് ഇത്രാം തീയതി പോലീസ് ഫയൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണം. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് 4 വരുമ്പോൾ എന്താണ്? superior officer റൈറ്റ് ആണ് പറയുന്നത്. ഏതായാലും superior officer പോലീസ് ഹാവ് ബീൻ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 177 അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡേഴ്സ് ഓർ ഡയറക്റ്റ് submitted through that officer and he may pending the orders of magistrate direct the officer in charge of police station to make further investigation. അത് അയാളിലൂടെ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷനിലൂടെ വേണമെന്നില്ല, അയാളിലൂടെ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അയാൾക്ക് ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് എടുത്തിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പിന്നെ അത് 5 പറയുന്നത് പ്രതിയുടെ ബോണ്ടിന്റെ കാര്യമാണ്. ദെൻ 6 എന്ന് പറയുന്നത് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് കോടതിയിലോട്ട് ഈ റിപ്പോർട്ടിനൊപ്പം അയക്കേണ്ടതെന്നാണ്. ആരാണ് വായിച്ചത്? ഇനി നെക്സ്റ്റ് നീരജ് ഒന്ന് വായിക്കോ? ക്ലോസ് 6 തൊട്ട് വായിക്കൂ. Clause 6. When such report is in respect of a case to which section 190 applies, the police officer shall forward to the magistrate along with the report. ഒരു സെക്കൻഡ്. When such report is in respect of a case to which section 190 applies എന്നല്ലേ വായിച്ചത്? നീരജ 190 applies എന്നല്ലേ വായിച്ചത് അല്ലേ? അതെ സർ. എന്തുവാ സെക്ഷൻ 190 applies എന്ന് പറയുന്നത്? എന്തുവാ 190? Cases to be sent to magistrate when evidence is sufficient. നോക്കി വായിച്ചാണത്? അതെ സർ. നോക്കാതെ പറയാൻ പറ്റിയല്ലേ? നോക്കാതെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞ എന്താ സംഭവം? 190 എപ്പോഴാ വന്നേ? എന്തോ സ്റ്റെഫിക്ക് പറയാവോ? കൊഗ്നൈസൻസ് എടുക്കുമ്പോ അത് പഴയ 190 CRPC ആയിരിക്കും പറയണ. അതല്ല ഇവിടുത്തെ BNSSന്റെ 190 അപ്ലൈ ചെയ്യുന്നോടെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് 190? എപ്പോഴാ 190 വന്നെ? ആർക്കെങ്കിലും പറയാവോ? ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ സാർ, കസ്റ്റഡി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ ഫൈനൽ റിപ്പോർട്ട്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോ ഞാൻ കുറച്ചു മുമ്പ് ഞാനത് ഈ 189 190 ഞാൻ പറഞ്ഞു.
എവിഡൻസ് ഡെഫിഷ്യന്റ് ആണെങ്കിൽ 189, സഫിഷ്യന്റ് ആണെങ്കിൽ 190. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു ഞാൻ, മനസ്സിലായില്ലേ? അപ്പൊ 190 അപ്ലൈ എന്ന് പറയുന്നത് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്താണ്. പിടികിട്ടിയാ നീരത? മനസ്സിലായോ? ഹലോ, നീരത പോയാ? മനസ്സിലായോ? എനിക്ക് മനസ്സിലാവാതെ. അതായത് 193 ക്ലോസ് 6 പറയുന്നത് 190 അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. 190 അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് 193 ക്ലോസ് 6 പറയുന്നത്. 190 എന്ന് പറയുന്നത് പ്രതിക്കെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴാണ്, കുറ്റപത്രം കൊടുക്കുമ്പോഴാണ്, ആ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഇനി വായിച്ചോ. വായിച്ചോളൂ നീരത, വായിച്ചോളൂ. All documents or relevant extracts thereof on which the prosecution during investigation. Statement reports under section 1. Statements recorded under section 1. നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എല്ലാം കേൾക്കുന്നില്ല. വീട്ടിലല്ലേ? ഹലോ, വീട്ടിലല്ലേ എന്ന്? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. നീരത വായിക്കുന്നത് ക്ലിയർ ആകുന്നില്ല, ഇടയ്ക്ക് ഇത് കേൾക്കുന്നു. സിഗ്മ എന്ന് വായിക്കുവോ? Subsection 6 clause A, all documents or relevant extracts thereof on which the prosecution proposes to rely other than those already sent to the magistrate during investigation. Clause B, the statement recorded under section 180 of all the persons whom the prosecution proposes to examine as its witnesses. Okay. അതായത് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ, കുറ്റപത്രം കൊടുക്കുമ്പോൾ കോടതിയിൽ ഈ പോലീസ് ഓഫീസർ കൊടുക്കേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താണ്? ഷാൽ ഫോർവേഡ് ടു ദ മജിസ്ട്രേറ്റ് അലോങ് വിത്ത് ദ റിപ്പോർട്ട് ഓൾ ദ ഡോക്യുമെന്റ്സ് relevant extract thereof on which the prosecution proposes to rely other than those already sent to the magistrate during investigation. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അയക്കുന്ന ഡോക്യുമെന്റുകൾ ഒരുപാട് ഉണ്ടാവും. അത് കഴിയെ ബാക്കിയുള്ള ഡോക്യുമെന്റുകൾ എല്ലാം അയക്കണം. ബി, സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡഡ് അണ്ടർ സെക്ഷൻ 180, പഴയ 161, of all the persons whom the prosecution proposed to examine as its witnesses. അത് ശ്രദ്ധിച്ചോളണം. എന്താണ്? എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിച്ച എല്ലാ സാക്ഷികളുടെയും മൊഴി അല്ല കൊടുക്കാൻ പറയുന്നത്. പിന്നെന്താണ്? സാക്ഷിയായിട്ട് വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ മൊഴി എല്ലാം കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ റൂൾ 19 ക്ലോസ് 4 എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ആരുടെങ്കിലും കയ്യിലുണ്ടോ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ്? ഇപ്പൊ ഉണ്ടോ? ഉണ്ടോ? ഒന്ന് എടുക്കാവോ? അതിന്റെ റൂൾ 19(4) ഒന്ന് എടുത്തേ. റൂൾ 19 എടുക്കാം, അതിനകത്തുണ്ടോ? 19. Close 2. 19 close 2 ആണ്. 4 close 4. അല്ല, അത് മൊത്തമായിട്ട് വായിച്ചോ, യൂസ്ഫുൾ ആയിരിക്കും.
19 clause 3 വരെയുള്ളൂ. 19 പറയുന്നത് കോപ്പീസ് ഓഫ് പോലീസ് റിപ്പോർട്ട്സ് എക്സെട്ര ടു ബി പ്രൊഡ്യൂസ്ഡ്. അതെ അതെ വായിച്ചു. The officer in charge of the police station forwarding the final report of any investigation under subsection 2 of section 173 of the code shall file in court along with such report as many copies of such report and also of the other documents mentioned in clauses 2, 3 and 5 of section 207 of code as there are accused in the case. Such copies shall be verified and certified to be true copies of the respective originals by the officer in charge of the police station. 2. The court shall return such report in case it is not accompanied by such copies or the copies produced are not verified and certified as aforesaid. Clause 3. Nothing contained in these rules shall, however, preclude the police officer from making any request to the court under subsection 6 of section 173 of the code to exclude any part of any statement recorded under section 161 of the code from copies to be granted to the accused or the court from excluding such a part from such a copies. The 3 വരെയുള്ളൂ. 4 ഇല്ല. 4 ഇല്ലേ? എന്നത്തെ ബുക്കാണ് കയ്യിരിക്കണേ? പിന്നെ 20 ആണ് കളിക്കുക. 20 അല്ല, ഏത് വർഷത്തെ ബുക്കാണെന്നത്? 2020 എഡിഷൻ, സെക്കൻഡ് എഡിഷൻ എന്ന് വരുന്നത്. സോമിലോ ഹൗസാ. 2022 ഒരു അമെന്റ്മെന്റ് ഉണ്ട് അതിന്. 2022 അമെന്റ് ചെയ്തിട്ട് 19 ക്ലോസ് 4 ഉണ്ട് കേട്ടോ. ഓക്കെ സർ. ബുക്ക് എടുക്കുമ്പോ എപ്പോഴും പുതിയ ബുക്ക് വാങ്ങിക്കണം കേട്ടാ. ഓക്കെ സർ. അപ്പോ അതിന്റെ 19 ക്ലോസ് 4 ഇങ്ങനെയാ പറഞ്ഞു. ഞാൻ വായിക്കാം. ആരെങ്കിലും ഉണ്ടോ പിന്നെ പുതിയ റൂൾസ് ഓഫ് പ്രാക്ടീസ്? ഇല്ല, കുഴപ്പമില്ല, ഞാൻ വായിക്കാം. എവരി അക്യൂസ് കുഴപ്പമില്ല. Every accused shall be supplied with statement of witnesses recorded and a list of the documents as are mentioned in section 173, 207, 208 of the code. In addition, every accused shall be supplied with a list of material objects which the investigating officer relies upon. നമ്മളിവിടെ വായിച്ചത് തന്നെയാണ്. ഈ BNSS പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർ റിലേ ചെയ്യുന്ന ഡോക്യുമെന്റ് കൊടുക്കണം, അവർ റിലേ ചെയ്യുന്ന മെറ്റീരിയൽ ഒബ്ജക്ട്സിന്റെ ഇൻഫർമേഷൻ കൊടുക്കണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? The list shall also specify those statements, documents and material objects that are not relied upon by the investigating officer. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിച്ചത് അവർ റിലേ ചെയ്യുന്ന ഡോക്യുമെന്റ്, റിലേ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏത് സാക്ഷികളുടേതാണോ അതെല്ലാം കൊടുക്കണം എന്ന് പറയുമ്പോൾ റൂൾ 19(4) പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അവര് കണ്ടു ചോദിച്ച സാക്ഷികളുടെയൊക്കെ മൊഴികൾ അവരെ റിലേ ചെയ്യുന്നില്ല എങ്കിൽ അത് ആരുടെയൊക്കെയാണോ മൊഴി റിലേ ചെയ്യാത്തത്, ഏതൊക്കെ ഡോക്യുമെന്റ് ആണോ അവർ സീസ് ചെയ്തിട്ട് അവർ റിലേ ചെയ്യാത്തത് എന്നുള്ളതിന്റെ ലിസ്റ്റ് പ്രതിക്ക് കൊടുക്കണമെന്നുണ്ട്. റൂൾ 19(4). മനസ്സിലായില്ലേ? ഈ പ്രാക്ടീസിങ് ലോയേഴ്സിന് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു പ്രൊവിഷനാണിത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ ഉണ്ട്. ആ ഡിസിഷൻ വായിച്ചാല് നിങ്ങൾക്ക് കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ആവശ്യപ്പെടാൻ പറ്റും. അത് ബിപിൻ ശാന്തിലാൽ പഞ്ചാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് ആണ്. 2020 ഒരു കുരുവിളയല്ലേ സർ?
അതല്ല. ഇതെന്ന് പറയണത് 2021 ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ നീണ്ട ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൗ ദ ക്രിമിനൽ ട്രയൽ ഈസ് ടു ബി കണ്ടക്ടഡ്. അത് ഇൻറെ ടു ഇഷ്യൂ സർട്ടൻ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ഇൻഅഡിക്വേറ്റ് ആൻഡ് ഡിഫറൻസസ് ഇൻ ദ ക്രിമിനൽ ട്രയൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് AP എന്ന് പറയുന്നത് 2021 പാർട്ട് 3 KHC 273. അതിനകത്ത് ഞാൻ ഈ 2001 KHC, അതായത് ബിപിൻ ശാന്തിലാൽ പഞ്ചൽ ആ കേസിന്റെ ചില പോർഷൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആ 2001 KHC 326 എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ കോടതിയില് എക്സിബിറ്റ് മാർക്ക് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യാറില്ല. ഇപ്പൊ കണ്ടിട്ടുണ്ടോ? സബ്ജക്റ്റ് പ്രൂഫ് എല്ലാം ഒബ്ജക്ഷൻ വരുമ്പോൾ ഉടനെ സബ്ജക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റും. ആ ഡിസിഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ ഡിഫൻസ് ലോയേഴ്സ് കേസ് മാറ്റുന്നതിനുള്ള ഒരു ടാക്ടീസ് ആയിട്ട് ഇത് എടുക്കുമായിരുന്നു. അതായത് എന്ത് ഡോക്യുമെന്റ് ഉണ്ടായാലും അതങ്ങ് മാർക്കിംഗ് ഒബ്ജക്റ്റ് ചെയ്യും. ഐ ആം സ്ട്രോങ്ലി ഒബ്ജക്റ്റിംഗ് യുവർ ഓണർ എന്ന് പറയും. അപ്പോൾ ഉടനെ കോടതി എന്ത് ചോദിച്ചു തന്നാൽ ദ മാർക്കിംഗ് ഓഫ് ദിസ് ഡോക്യുമെന്റ് ഈസ് ഒബ്ജക്റ്റഡ് ഫോർ ഹിയറിംഗ് എന്ന് പറഞ്ഞ് കേസ് മാറ്റും. പിന്നെ ആ ഡോക്യുമെന്റ് അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് വാദം കേൾക്കും. ആ വാദം കേൾക്കണം ചിലപ്പോൾ ഒരു വർഷമൊക്കെ അങ്ങ് നീണ്ടുപോകും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഈ 2001 KHC 326 പറഞ്ഞു. അങ്ങനെ വന്നാൽ അത് ടെൻഡേറ്റീവായിട്ട് അങ്ങ് മാർക്ക് ചെയ്യുക, സബ്ജക്റ്റ് പ്രൂഫായിട്ട് മാർക്ക് ചെയ്യുക. അതിന് അഡ്മിസിബിലിറ്റിയെ സംബന്ധിച്ച് ജഡ്ജ്മെന്റ് സമയത്ത് തീരുമാനിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒരു ഡോക്യുമെന്റ് ഒബ്ജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡോക്യുമെന്റ് ഈസ് ഒബ്ജക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട് എഴുതണം. ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് ഒന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഇൻസഫിഷ്യന്റ് സ്റ്റാമ്പ്ഡ് എന്നായിരിക്കും. ഇൻസഫിഷ്യന്റ് സ്റ്റാമ്പ് ആണെങ്കിൽ അപ്പൊ തന്നെ തീരുമാനിക്കണമെന്നുണ്ട്. അതല്ലാത്ത ബാക്കി കാര്യങ്ങളില്ല, എന്തെങ്കിലും കോപ്പി കിട്ടിയില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന്റെ അഡ്മിസിബിലിറ്റിയെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്രൂഫായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ആ എക്സിബിറ്റ് D1 എന്നോ അല്ലെങ്കിൽ P2 എന്നോ സബ്ജക്റ്റ് പ്രൂഫായിട്ട് മാർക്ക് ചെയ്യുക. പക്ഷെ സബ്ജക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിസിബിലിറ്റിയെ സംബന്ധിച്ചിട്ട് പിന്നീട് തീരുമാനം എടുക്കുമെന്നാണ്. വാദം പറയുമ്പോൾ ആ ഡോക്യുമെന്റ് അഡ്മിസിബിൾ അല്ല. അപ്പൊ അത് അഡ്മിസിബിൾ അല്ല എന്ന് കണ്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും തള്ളിക്കളയാൻ പറഞ്ഞു. അഡ്മിസിബിൾ ആണെന്ന് കണ്ടാൽ അത് സ്വീകരിക്കണം. അപ്പൊ ഈ കേസിൽ ഞാൻ ഈ പറഞ്ഞ 2021 പാർട്ട് 3 KHC 273 അത് മോഡിഫൈ ചെയ്ത് വിട്ടു. അത് മോഡിഫൈ ചെയ്തിട്ട് ട്രയൽ കോടതിക്ക് ചില ഡയറക്ഷൻസ് കൊടുത്തു. അതായത് ചാർജ് വായിക്കും മുമ്പ് തന്നെ എന്താണ് ഈ അഡ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഒക്കെ ലിസ്റ്റ് രണ്ടുപേരും കൊടുക്കണം. മറ്റവർക്ക് പ്രോസിക്യൂഷൻ കൊടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് 294 CRPC അഡ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതൊക്കെയാണ്, ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് അതിന് വേണ്ടി സ്പെസിഫിക് പോസ്റ്റിംഗ് വെച്ചിട്ട് നേരത്തെ തീരുമാനിക്കാൻ പറഞ്ഞു. പണ്ടത്തെ പോലെ സബ്ജക്റ്റ് പ്രൂഫായിട്ടൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ നേരത്തെ തന്നെ ഒബ്ജക്റ്റീവ് ഡോക്യുമെന്റ് ആണെങ്കിൽ വളരെ നേരത്തെ തന്നെ അവർ എഴുതി കൊടുക്കണം, പ്രതി എഴുതി കൊടുക്കണം. ആ ഇന്ന ഡോക്യുമെന്റ് തെളിവ് സ്വീകരിക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ചില ഡോക്യുമെന്റുകൾ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല മാർക്ക് ചെയ്യുന്ന. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയുക എക്സ്പെർട്ട് ഒപ്പീനിയൻ ആണ് 294 ഇത് കിട്ടുന്നതാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചില ട്രയൽ കോടതിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ട്രയൽ കോടതിക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. ആ ട്രയൽ കോടതിയുടെ ഉത്തരവാദിത്തങ്ങൾ ഈ ഗൈഡ് ലൈനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം പറയണം. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എത്ര സാക്ഷികളെ അവർ കണ്ടു ചോദിച്ചിട്ടുണ്ട്, ഇത്തരം സാക്ഷികളെ കണ്ടു ചോദിച്ചാൽ എത്ര പേരെയാണ് പ്രോസിക്യൂഷൻ സാക്ഷികളായിട്ട് അവർ വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നത്, വിസ്തരിക്കാത്ത ആരൊക്കെയാണ്, എത്ര ഡോക്യുമെന്റുകൾ സീസ് ചെയ്തിട്ടുണ്ട്, ആ ഡോക്യുമെന്റ് എത്രണ്ണം ഇവർ റിലേ ചെയ്യുന്നുണ്ട്, എത്രണ്ണം റിലേ ചെയ്യുന്നില്ല, ഇതെല്ലാം പ്രതിക്ക് കൊടുക്കണമെന്നാണ് ഡയറക്ഷൻ. കൃത്യമായി ചാർജ് ഫ്രെയിം ചെയ്യുന്ന മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടാൽ നിർബന്ധമായും കോടതി അത് അവരിന്ന് വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ. ആ ഡിസിഷൻ പ്രാക്ടീസിംഗ് ലോയേഴ്സ് വായിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. അത് അതിന് ശേഷമാണ് ഈ 1904 റൂൾ അമെൻഡ് ചെയ്ത് ചേർത്ത അതിന് ശേഷം ഈ ഡിസിഷൻ വന്നതിന് ശേഷമാണ് 2022 അത് അമെൻഡ് ചെയ്ത് വന്നത്. 2022 റൂൾ 1904 അമെൻഡ് ചെയ്ത് വന്നത്. പതിനെ 19/5/2022 റൂൾ 1904 അമെൻഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്നത് പോലെ സാറേ ഒരു ചെറിയ സംശയം. ഈ വിപിൻ ശാന്തിലാലിന്റെ കേസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിക്റ്റം 2021
മോഡിഫൈ ചെയ്തോണ്ടല്ലേ സാറേ? അതെ അതെ, ഡിറ്റയില് ഈ പറഞ്ഞ പ്രൊവിഷൻ ഈ മാർക്ക് ചെയ്യുന്നില്ലേ, അങ്ങനെ ഇപ്പൊ അതിലേക്ക് പോകേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ തീരുമാനിക്കും. അതായത് ഈ ട്രയല് ഡിലേ ആകുന്നതിന്റെ ആണ് പ്രശ്നം. അത് ആ ട്രയൽ ഡിലേ ആകാതിരിക്കാനുള്ള മോഡാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം നേരത്തെ. ഈവൻ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം, നോർമലി ഈ ചാർജ് കുറ്റപത്രം അതാത് ഓഫീസർ ആണ് എഴുതേണ്ടത്. ഇപ്പൊ മിക്കവരൊക്കെ ചെയ്യാറുണ്ട്, പണ്ടൊന്നും അങ്ങനെയല്ല. പണ്ടൊക്കെ ബെഞ്ചിലൊക്കെ എഴുതി ആണ് മജിസ്ട്രേറ്റ് ഒപ്പിടുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പേഴ്സണലായിട്ട് തന്നെ എഴുതണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ അധികം ഡയറക്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ട്രയൽ ഡിലേ ആകാതിരിക്കാനുള്ള ടെക്നിക്സ് ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്താണ് ഇത് പറയണത്. ഇത് അവർ മോഡിഫൈ ചെയ്ത് ആ ഡിസിഷന്റെ ആ ഭാഗം മോഡിഫൈ ചെയ്തിട്ട് ഇപ്പൊ അങ്ങനെ പോകേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ കോപ്പിയൊക്കെ കൊടുത്തിട്ട് അത് വളരെ ഫെയർ ആയിട്ട് പോകണമെന്നുള്ളതാണ്, വളരെ ഫെയർ ട്രയലായിട്ട് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രതിക്ക് ഇപ്പൊ ഒരുപാട് ഗുണങ്ങളുണ്ടായി. കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏതൊക്കെ സാക്ഷിയെ കണ്ട് അവർ റിലേ ചെയ്യാത്ത സാക്ഷികൾ ഏതൊക്കെയാണ്, റിലേ ചെയ്യാത്ത ഡോക്യുമെന്റ് ഏതൊക്കെയാണ്, സീസ് ചെയ്തിട്ടും റിലേ ചെയ്യാത്ത ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നമുക്ക് പ്രതിക്ക് അഡ്വാൻസ് കിട്ടുകയാണ് ചെയ്യണത്. ശരിയല്ലേ? അപ്പൊ അത് കോടതിയുടെ ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ കോർട്ട്, അവരുടെ ഡ്യൂട്ടിയാണ് അത് മേടിച്ച് നിങ്ങൾക്ക് തരേണ്ടതെന്ന്. പക്ഷെ അത് ചാർജ് ഫ്രെയിം ചെയ്യുന്ന പറയണം, സാക്ഷിയെ കൂട്ടിക്കയറ്റി കഴിയുമ്പോൾ പറഞ്ഞാൽ പോരാ, ചാർജ് ഫ്രെയിം ചെയ്യുന്ന പറയണം. ചില വക്കീലന്മാരൊക്കെ ഇതിപ്പോ ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട് ആ സമയത്ത്. അപ്പോ നെക്സ്റ്റ് റൂൾ 7 ആ ക്ലോസ് നമുക്കൊന്ന് തീർത്തിട്ട് പോകാം. ഒന്ന് വായിക്കോ സജിത, ഒന്ന് വായിക്കോ ക്ലോസ് 7 ഒന്ന് വായിക്കോ. If the police officer is of opinion that any part of any such statement is not relevant to the subject matter of the proceedings, or that its disclosure to the accused is not essential in the interest of justice and is inexpedient in the public interest, he shall indicate that part of the statement and append a note requesting the magistrate to exclude that part from the copies to be granted to the accused and stating his reasons for making such a request. ആരങ്ങനെ ചെയ്യാറില്ല, റെലവന്റ് അല്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കി കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് 8 വായിച്ചോളൂ. Clause 8. Subject to the provisions contained in subsection 7, the police officer investigating the case shall also submit such a number of copies of the police report along with the other documents duly indexed to the magistrate for supply to the accused as required under section 230. Okay. Provided that supply of report and other documents by electronic communication shall be considered as duly served. Subclause 9. Nothing in this section. ഒരു സെക്കൻഡ്. ഇതിനകത്ത് പിന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമില്ല. അതിനകത്ത് കോപ്പി കൊടുക്കണമെന്നേ പറയാം. നമ്മൾ കോടതി വരുമ്പോൾ അവർക്ക് കോപ്പി കൊടുക്കുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വായിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷൻ 9 is very important. Nothing in this section shall be deemed to preclude further investigation in respect of an offence after a report under subsection 3 has been forwarded to the magistrate, and where upon such investigation the officer in charge of the police station obtains further evidence, oral or documentary, he shall forward to the magistrate a further report or reports regarding such evidence in the form as the state government may by rules provide, and provisions of such subsections 3 to 8 shall, as far as may be, apply in relation to such report or reports as they apply in relation to a report forwarded under subsection 3. Provided also. Provided. Provided that further investigation during the trial may be conducted. Further investigation during the trial may be conducted with the permission of the court. Trying the case.
ശരി, ഓക്കെ. Which may be extended with the permission of the court. ഓക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ 173(8) ആണ്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദി പോലീസ് ആണ്. Power of the police to conduct further investigation. Suppose after filing the final report, suppose the police officer who had investigated the case obtained some additional evidence to incriminating the accused or to exonerating the accused. Any evidence, they can conduct a further investigation. Earlier position is that further investigation, for conducting that further investigation, they need only to inform the court which is trying the case. നമ്മൾ അതിന് ഫോർമൽ പെർമിഷൻ എന്ന് പറയുക. Simply intimating that we are conducting further investigation. And after further investigation, they can file a supplementary report. Originally, they filed a report under 173(2). And after conducting investigation, they filed a supplementary report. And if the supplementary report is filed before the court should consider as if it is a report under 173(2). ആ വ്യത്യാസം മനസ്സിലായി? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് nothing in this section shall be deemed to preclude further investigation in respect of an offence after a report under subsection 3, 193 has been forwarded to the magistrate, and whereupon such further investigation, the officer in charge of a police station obtains further evidence, oral or documentary, he shall forward to the magistrate a further report. Already there is a report, and he can forward a further report. We can say it is a supplementary report or reports regarding such evidence in the form as the state government may by rules provide. അത് 193 പറയുന്ന അതേ റൂള് തന്നെയാണ്. എന്നിട്ട് അങ്ങനെ ഫയൽ ചെയ്താൽ എന്താണ്? The provisions of subsection 3 to 8, നേരത്തെ പറഞ്ഞ 3 to 8 shall as far as may be applied. അതായത് 193(2) പ്രകാരമുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്തതിൽ എങ്ങനെയാണോ കൊടുക്കേണ്ടത് അതെല്ലാം അതേപോലെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ സപ്ലിമെന്ററി റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ആക്ഷൻ വിച്ച് ക്യാൻ ബി ടേക്കൺ ബൈ ദ മജിസ്ട്രേറ്റ്. ഉദാഹരണത്തിന് നമുക്ക് താഴേക്ക് പോകാം. ഉദാഹരണത്തിന് നേരത്തെ 173 CRPC ഉണ്ടായിരുന്ന സമയത്ത് ഒരു കേസ് കോടതി ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 324 IPC കേസ് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 2 പ്രതികളുണ്ടെന്ന് കരുതാം. ആ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് ഓഫീസർ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് സിംപ്ലി ഇന്റിമേറ്റിംഗ് ദാറ്റ് വി ആർ കണ്ടക്ടിങ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ബിക്കോസ് ദാറ്റ് ക്യാൻ ബി പറയുന്ന നത്തിങ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ പ്രീക്ലൂഡ് ദ officer in charge of police to conduct a further investigation. അവർ ഇൻവെസ്റ്റിഗേറ്റ് പക്ഷെ ഇന്റിമേറ്റഡ് ടു ദി കോർട്ട്. അപ്പൊ കോടതി എന്ത് ചെയ്തു? കോടതി പിന്നെ ട്രയൽ പോകാൻ പറ്റൂല. കാരണം എന്താ? ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ആഫ്റ്റർ ദി ഇൻവെസ്റ്റിഗേഷൻ ദേ ഫയൽ ദ ഫൈനൽ റിപ്പോർട്ട്, സപ്ലിമെന്ററി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് നേരത്തെ പോലെ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. ഒരു 173(2) റിപ്പോർട്ട് ഫയൽ ചെയ്താൽ എന്തൊക്കെ കോടതിക്ക് എടുക്കാം അതെല്ലാം എടുക്കാം. ഇവരുടെ കൺക്ലൂഷൻ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തള്ളാം, എന്നിട്ട് ട്രയൽ അങ്ങ് പ്രൊസീഡ് ചെയ്യാം. അതുകൂടി കറക്റ്റ് ആണെന്ന് കണ്ടാൽ അതുകൂടെ ചേർത്തിട്ട് ഇതിനോടൊപ്പം ചേർത്ത് ട്രയൽ കണ്ടിന്യൂ ചെയ്യാം. മനസ്സിലായില്ലേ? മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയൽ എങ്ങനെ നടത്തി വരുമ്പോഴായിരിക്കും ഇവർ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ആ ഇൻവെസ്റ്റിഗേഷൻ ഇത്ര നാളുകളിൽ തീർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ കോടതിയുടെ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുകയാണ് ടു കംപ്ലീറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് കൊടുക്കും. ഇപ്പോ അത് മാറ്റിയിട്ട് ഈ ട്രയൽ തുടങ്ങുന്ന കേസുകളിൽ ഒരു പ്രൊവിഷൻ ചേർത്തിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് പറയുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ ട്രയലിന്റെ സമയത്താണെങ്കിൽ മേ ബി കണ്ടക്ടഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട്. കോടതിയുടെ പെർമിഷനോടുകൂടി ചെയ്യാവൂ. എങ്ങനെയാ?
ട്രയൽ വരുന്ന ഉദാഹരണം ചാർജ് ഒക്കെ ഫ്രെയിം ചെയ്തതിനു ശേഷം ട്രയൽ തുടങ്ങിയ കേസുകളിൽ കോടതിയിൽ അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കോടതിയുടെ പെർമിഷൻ സീക്ക് ചെയ്യണം. അങ്ങനെ പെർമിഷൻ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ സെയിം ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 90 days വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട്. അതായത് 90 daysനുള്ളിൽ അത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. 90 daysൽ കൂടുതൽ വേണമെങ്കിൽ ദേ ഷുഡ് അപ്ലൈ ബിഫോർ ദ കോർട്ട് ഫോർ എക്സ്റ്റെൻഡിങ് ദാറ്റ് പീരീഡ്. ഈ പ്രൊവിഷൻ മുമ്പ് ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? ഈ പ്രൊവിഷൻ മാത്രമല്ല ഇല്ലായിരുന്നത്, ട്രയലിന്റെ സമയത്ത് കോടതിയുടെ സാങ്ഷൻ വേണമെന്നാണ് ഇപ്പോ. പെർമിഷൻ വേണം, മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. ഒരു പെർമിഷൻ വേണ്ട, ജഡ്ജ്മെന്റ് തൊട്ട് മുമ്പ് വെച്ചാൽ അവർക്ക് ഈസി ആയിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞാൽ മതി ദേ ആർ കണ്ടക്ടിങ് ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, പക്ഷെ അത് റിപ്പോർട്ട് ഫയൽ ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അപ്പോ ഈ ഫർദർ 193 ക്ലോസ് 9ന്റെ പവർ ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആരുടേതാണ്? ആരുടെ പവറാണ് പറയുന്നത്? മജിസ്ട്രേറ്റിന് കൊടുക്കാനായിട്ട് പോലീസ് പവർ ആരുടേതാണ്? പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പവർ, നോട്ട് ദി പവർ ഓഫ് ദി മജിസ്ട്രേറ്റ്. വെദർ ദി മജിസ്ട്രേറ്റ് ക്യാൻ ഓർഡർ ദ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ? ഇല്ലേ സാർ, മജിസ്ട്രേറ്റിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് തോന്നുന്നത്. പോലീസിന് പറ്റും, മജിസ്ട്രേറ്റിന് പറ്റില്ലെന്നാണ്. അപ്പൊ പോലീസിന്റെ ഒക്കെ താഴെയാക്കുമല്ലേ? അല്ല സാർ, മുൻപൊരു ജഡ്ജ്മെന്റിലെ ബിഫോർ ഫ്രെയിമിംഗ് ഓഫ് ചാർജ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പുതിയ BNSS വന്നപ്പോ പിന്നെ അതിലൊന്നും പറയുന്നില്ല. അപ്പൊ അല്ല, ഈ ചാർജ് ഫ്രെയിം ചെയ്തതിനു ശേഷം പറ്റില്ലെന്നുള്ള മറ്റേ വിനുഭായി ആണോ ഉദ്ദേശിച്ചത്? അതെ സാർ, അതിപ്പോഴും നിൽക്കുന്നുണ്ട്. ഓക്കെ സാർ, ഡിസിഷൻ ഓൺ ദ പോയിന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഡിസിഷൻ ആണത്. അതിനകത്ത് പറയുന്നത് പിന്നെ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പവർ എന്ന് പറയുന്നത് ഇതല്ല, വേറൊരു സെക്ഷനാണെന്നാ പറഞ്ഞത്. പഴയത് CRPC ഏതാ അത്? 156(3). അതാണ് ഇപ്പൊ ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഭയങ്കര ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് പൊസിഷൻ, ആസ് പെർ വിനു ഭായിയുടെ പ്രസന്റ് പൊസിഷൻ അനുസരിച്ചിട്ട് 173, the power under 173 can be used even after taking cognizance. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പൊസിഷൻ അതാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാല് 156(3) കൊടുക്കുന്നത് 156(3) മുമ്പത്തെ പൊസിഷൻ 156(3) അപ്ലൈ ചെയ്യുന്ന പ്രീ കോഗ്നിസൻസ് സ്റ്റേജിലേ പറ്റുമെന്നാണ്. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? 156(3) ഈ പോസ്റ്റ് കോഗ്നിസൻസ് സ്റ്റേജിലും പറ്റാമെന്നാണ് ഇപ്പോഴത്തെ പൊസിഷൻ. അത് വെച്ചിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ കേരള ഹൈക്കോടതി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ 223 പഠിക്കുമ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ആക്ച്വലി അത് ഒരു ശരിയായ ഡിസിഷൻ ആണെന്ന് ചോദിച്ചെന്നാല് ഒരുപാട് ഡിസിഷൻ, ഒരു 10-12 ഡിസിഷൻ മറ്റേ എന്താണ് പറയാ, ഈ ഒരുപാടെണ്ണം വന്നിരിക്കുന്നത് ഡിസിഷൻ എന്ന് സുപ്രീം കോടതി ഡിസിഷൻ എന്ന് പറയുന്നത് ഈ 156(3) എന്ന് പറയുന്നത് പ്രീ കോഗ്നിസൻസ് സ്റ്റേജിലും 202 ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റ് കോഗ്നിസൻസ് സ്റ്റേജിലുമാണെന്നാണ്. അപ്പൊ ഈ വിനുഭായി വന്നപ്പോ ആ പൊസിഷൻ മാറി. അതുകൊണ്ട് ഇപ്പം ഒരു പിന്നെ ഒരു ഹൈക്കോടതി ഒരു കേസിൽ അത് വെച്ചിട്ട് തീരുമാനിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ 223 പോകുമ്പോൾ അത് പഠിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പവർ, ഇവിടെ പറയുന്ന പവർ പോലീസ് ഓഫീസറുടെ പവറാണ്, നോട്ട് ദി പവർ ഓഫ് ദ കോർട്ട്. കേട്ടോ, ശ്രദ്ധിച്ചോളണം. അപ്പൊ ആ പവർ കോടതിയുടെ സാക്ഷ്യം വേണോ പെർമിഷൻ വേണോ എന്ന് ചോദിക്കാൻ ചിലപ്പോ. Whether the police officer should seek the permission of the court trying the case to conduct a further investigation, if so under what circumstances എന്ന് ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ട്രയല് തുടങ്ങിയ കേസുകളിൽ കോടതിയുടെ സാങ്ഷൻ മതി, ട്രയല് തുടങ്ങാത്ത കേസുകളിൽ കോടതിയുടെ സാങ്ഷൻ വേണ്ട. എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് കോടതി കോഗ്നിസൻസ് എടുത്തു, പ്രതിക്ക് സമൻസ് അയച്ചു, പ്രതിക്ക് സമൻസ് അയച്ചു കഴിഞ്ഞിട്ട്
കോടതിയിൽ പ്രതി ഹാജരായി ജാമ്യം എടുത്തു ഹിയറിംഗിന് പോസ്റ്റ് ചെയ്തു, ഓൺ ചാർജ് ഹിയറിംഗിന് പോസ്റ്റ് ചെയ്തു. ആ സമയത്തൊക്കെ പോലീസിന് കോടതിയുടെ സാങ്ഷൻ ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. ചാർജ് ഫ്രെയിം ചെയ്ത് ട്രയലിലേക്ക് പോയാൽ ആ കോടതിയുടെ പെർമിഷനോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്താൽ അത് 90 ഡേയ്സിനുള്ളിൽ ആ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. 90 ഡേയ്സ് പിന്നീട് കോടതിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം ഓൺ സഫിഷ്യന്റ് ഗ്രൗണ്ട്. മനസ്സിലായില്ലേ? ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്താൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദാറ്റ് റിപ്പോർട്ട്? ദാറ്റ് റിപ്പോർട്ട് ഈസ് ടു ബി ടേക്കൺ ആസ് ഇഫ് ഇറ്റ് ഈസ് എ റിപ്പോർട്ട് അണ്ടർ 193(2). മനസ്സിലായില്ലേ? ഒറിജിനൽ ഫയൽ റിപ്പോർട്ട് പോലെ അതിന്റെ എല്ലാ ഘടകങ്ങളും ഇതിന് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം the court is not bound to accept by the conclusion arrived in the supplementary report. Court can simply reject if there is no sufficient ground to act upon that report. എന്നിട്ട് ആദ്യത്തെ കേസ് അങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അതല്ല, അത് എടുക്കാമെന്നുണ്ടെങ്കിൽ കോടതിക്ക് സഫിഷ്യന്റ് മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ പ്രതികളുണ്ടെങ്കിലും അത് എടുക്കാം, മറ്റതുമായിട്ട് ചേർന്നിട്ട് പുതിയ ട്രയലായിട്ട് ആരംഭിക്കണം. ഓക്കെ, ഇതാണ് 193. സർ, ഇപ്പൊ ഒരു വിക്ടിമിന് ഈ ഇൻവെസ്റ്റിഗേഷൻ പോരാ, പിന്നെ വീണ്ടും ഒന്നും കൂടി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടി നടത്തണം എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കോടതിയിൽ വന്ന് അപേക്ഷിച്ചാൽ മതിയോ, അതോ വേറെ? അതാണ് കോടതിയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 156(3) പവർ ഉപയോഗിക്കാം. കോടതിയോട് പറഞ്ഞിട്ട് കോടതിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? യൂസ് ദി പവർ അണ്ടർ സെക്ഷൻ 156(3). അതാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? അത് കോടതിക്ക് അതനുസരിച്ചിട്ട് അത് വേണം തോന്നിക്കഴിഞ്ഞാൽ കോടതി അതൊക്കെ ഈ വിനുഭായിൽ തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പൊസിഷൻ കോടതിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. അതൊക്കെ റിവേഴ്സ് ചെയ്തുകൊണ്ടാണ് ആ ഡിസിഷൻ പറയുന്നത്. കാരണം അതൊക്കെ ഒരു ട്രാവേഴ്സിറ്റി ഓഫ് ജസ്റ്റിസ് ആകും. ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ള പ്രതികളായിരിക്കാം, ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ള പ്രതികളിൽ ചിലപ്പോൾ അപരാധികളായിട്ടുള്ള പ്രതികൾ ഒഴിവാക്കി കൊണ്ടുവന്നതായിരിക്കാം. അപ്പൊ ഇതെല്ലാം കോടതി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിക്ക് അതേ സമയം ഈ 156(3) പവർ ഉപയോഗിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം. മനസ്സിലായില്ലേ? പക്ഷെ അതിനകത്ത് പറയുന്നത് അത് ബിഫോർ ഫ്രെയിമിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പായിരിക്കണം എന്നുള്ളതാണ്. വിക്ടിം ക്യാൻ അപ്രോച്ച് ബിഫോർ ദ കോർട്ട്. അതാണ് അത് മറ്റേ സക്കീരി വാസു സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്ന, സോറി സ്റ്റേറ്റ് ഓഫ് UP പറയുന്ന അതാ. ഇൻവെസ്റ്റിഗേഷന് പോരായ്മ ഉണ്ടെങ്കിൽ വിക്ടിം ക്യാൻ അപ്രോച്ച് ദി കോർട്ട്. പവർ എന്താണ്? വിത്ത് ദ പവർ അണ്ടർ 156(3). ഈ ഇൻവെസ്റ്റിഗേഷൻ മോണിറ്റർ ചെയ്യാനുള്ള പവറും 156(3) എന്ന് അതിനകത്ത് പറയണം. ഓക്കെ, ക്ലിയർ ആയി? ഓ, ചോദിച്ചോ. ഏതാ? ആ ആ ആ അല്ല, അതെന്താന്ന് വെച്ചെന്നാല് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന വേർഡ് മാറ്റിയിട്ടാണ് മജിസ്ട്രേറ്റ് എന്നാക്കിയിരിക്കണേ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എനി മജിസ്ട്രേറ്റ് എന്ന് തന്നെ വരും. ഈവൻ 164 സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, 183 സ്റ്റേറ്റ്മെന്റ്, 183 സ്റ്റേറ്റ്മെന്റിന് മുമ്പ് പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നായിരുന്നു. അത് മാറ്റി ഇപ്പൊ പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉൾപ്പെടുത്തി. ഓക്കെ, interpretation.
സെക്ഷൻ 3 ക്ലോസിൽ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടെ ഉൾപ്പെടുന്നില്ലേ 187-ല്? ആദ്യത്തേലുള്ളൂ അല്ലേ? ആദ്യത്തിൽ മജിസ്ട്രേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ. അതെ അതെ, കറക്റ്റ്. നിയറസ്റ്റ് അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെ മാറ്റിയാണ് മജിസ്ട്രേറ്റ് ആക്കിയിരിക്കുന്നത്. അവിടെയാണ് ഒരു ഡൗട്ട് വന്നത്. അതെ അതെ. അപ്പൊ 6 വായിക്കുമ്പോ കറക്റ്റ് ആവും അല്ലേ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ളതിന്റെ നേരത്തെ അവിടെ നേരത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരുന്നു പറയുന്നിരുന്നത് 7 days വരുന്നത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ക്ലോസ് 1-ൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അവിടെ അത് അൺലെസ് ദി കണ്ടസ്റ്റ് അതർവൈസ് റിക്വയർസ് എനി റെഫറൻസ് ഇൻ എനി ലോ എന്നാ പറയുന്നത്. സംഹിത എന്ന് പറയുന്നില്ല അവിടെ, എനി ലോ എന്നാ പറയണത്. അതും മറ്റേ അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മാറ്റിയതുമായിട്ട് വെച്ച് നോക്കുമ്പോഴേ ഒരു ഡൗട്ട് വരും. എന്തായാലും ഞാൻ നോക്കാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്. പോസിറ്റീവില് മറ്റേത് ഇനി ഏതുള്ള അതർ ദാൻ സംഹിത എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇനി സാധാരണ ഒരു ഇന്റർപ്രിട്ടേഷൻ വരുമ്പം അണ്ടർ ദിസ് കോഡ് എന്നാണല്ലോ പറയണേ. എനി ലോ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി അണ്ടർ ദിസ് കോഡ് എന്നാണല്ലോ സാധാരണ പറയുന്നത്. അതെ, ടു ഡെഫിനിഷൻ ക്ലോസ് മാത്രമാണ്. ഇതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ. ഇന്റർപ്രിട്ടേഷൻ 3 ആണല്ലോ സാധാരണ. ഡെഫിനിഷനായിട്ട് മജിസ്ട്രേറ്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല ഇവിടെ. മജിസ്ട്രേറ്റിന് അത് നേരത്തെ മറ്റേലും ഡിഫൈൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ കാര്യം വെച്ചെന്നാൽ ഇതിനകത്ത് സ്പെസിഫിക് വേറെ മറ്റേ സെക്ഷൻ 29 പോലെ കൃത്യമായിട്ട് ഓരോ കോടതിയും ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ വരുന്നത്. എനിവേ നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉദാഹരണത്തിന് പിന്നെ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഈ വേറെ സ്റ്റേറ്റിലൊക്കെ അറസ്റ്റ് ചെയ്യത്തില്ലേ, അവർക്ക് ട്രാൻസിറ്റ് വാറണ്ട് മേടിക്കണ ഇവരിൽ നിന്നാണ് മേടിക്കണത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇല്ല, ഉള്ളപ്പോ ഹാജരാക്കത്തില്ല. ഇല്ലാത്തപ്പോ ഉള്ളപ്പോ അങ്ങനെ ഹാജരാക്കാറില്ല. വളരെ
കാരണം അതിന്റെ കാര്യം വെച്ചെന്നാലുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ തന്നെ എത്ര 10ഉം 25ഉം മജിസ്ട്രേറ്റർമാരുണ്ടാവും. അങ്ങനെ ഇല്ലാതെ വരുന്ന ഒരു ഒക്കേഷൻ ഇപ്പൊ ഇല്ല. പണ്ടത്തെ ഒരു അന്നുണ്ടാക്കിയൊരു നിയമമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ജില്ലയിൽ 1ഓ 2ഓ മജിസ്ട്രേറ്റർമാരൊക്കെ അപ്പൊ കാണുകയുള്ളൂ. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ എല്ലാ ജില്ലയിലും ഇഷ്ടം പോലെ മജിസ്ട്രേറ്റർമാരും അവർക്ക് ഓരോ ദിവസം ചാർജ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വരുന്നില്ല, അങ്ങനെ വരാറില്ല 7 days. പിന്നെ പെട്ടെന്ന് വലിയ ഉദാഹരണത്തിന് മൂവ്മെന്റ് ഇല്ലാതെ വരികയും ചെയ്താ പെട്ടെന്ന് ഒരു പ്രതി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു മിനിമം ഡിസ്റ്റൻസിൽ ഇല്ലാതെ വരിക, പ്രതിക്ക് എന്തെങ്കിലും വളരെ കുഴപ്പം പിടിച്ച ഒരു സ്ഥിതിയിലോട്ട് വരിക, എങ്ങനെയെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് നേടിയെടുക്കേണ്ട ഒരു വളരെ കണ്ടിജൻസി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ മജിസ്ട്രേറ്റ് ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം മജിസ്ട്രേറ്റ് ഇല്ലാതെ വരുന്നില്ല ഇപ്പോൾ. പിന്നെ ഈ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ വരാലോ, പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയോ. ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ദേവികുളം മൂന്നാർ പോലുള്ള ഏരിയയിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഇപ്പൊ കാട്ടിൽ നിന്ന് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് ഏതാണ്ട് 10ഉം 25ഉം 30ഉം 40ഉം കിലോമീറ്റർ നടന്നാലേ ഇപ്പുറത്ത് എത്തുകയുള്ളൂ. ആ ഒരു ടൈമിന്റെ പ്രശ്നം ഉണ്ടാവും. അവിടുന്ന് യാത്ര ചെയ്ത് വീണ്ടും 10-25 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴത്തെ കോടതിയിൽ എത്തുകയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ തൊട്ടടുത്ത് RDO അതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വളരെ എക്സിജൻസി വരികയാണെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു എനേബിളിംഗ് പ്രൊവിഷൻ മാത്രമേ ഉള്ളത്. ഓക്കെ, എനിത്തിങ് മോർ റിഗാർഡിംഗ് 193? ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? സാർ ഒരു ഡൗട്ട് സാർ. സാർ ഈ പെർമിഷന്റെ കാര്യം മേ ബി കണ്ടക്ടഡ് വിത്ത് പെർമിഷൻ എന്നല്ലേ? അപ്പൊ ഷാളല്ല, അപ്പൊ മാൻഡേറ്ററി ആണോ? അത് അവിടെ മേ എന്ന് പറയണത് ഷാല് തന്നെ കൂട്ടേണ്ടി വരും. കാര്യം എന്ന് വെച്ചാല് അവിടെ ഒരു മാൻഡേറ്റ് ഉണ്ട്. ഇത് ഇത്ര നാളിനുള്ളിൽ ഇത് പിന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരവും കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ ട്രയൽ നടക്കുകയാണ് അവിടെ. അതാണ് അതിന്റെ മെയിൻ പ്രശ്നം. ട്രയൽ നടക്കുകയാണ്. ട്രയൽ നടക്കുമ്പോൾ ഈ ട്രയൽ ഇന്നോർഡിനേറ്റ് ആയിട്ട് ഡിലേ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പാരലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു എന്ന് പറയണത് പറ്റത്തില്ല. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. മുമ്പ് ട്രയൽ ഡിസ്റ്റോർട്ട് ചെയ്യാൻ ഇതിങ്ങനെ ചെയ്യും. പോലീസുകാർ സിംപ്ലി ഒരു ഫോമലായിട്ട് ഇങ്ങനെ എഴുതിയിടും, ഞങ്ങളിങ്ങനെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പിന്നെ ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് 90 ദിവസത്തിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് വന്നത്. മുമ്പ് അങ്ങനെയും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ മേ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് ഷാൽ. കാരണം അവർക്ക് ഈസി ആയിട്ട് അങ്ങനെ, കാരണം വെച്ചാൽ കൃത്യമായി പറയുന്നത് എന്താ, ട്രയൽ തുടങ്ങിയ കേസുകളിലെന്നാ പറയുന്നത്. അപ്പൊ ട്രയൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കോടതി കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സീസൺ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്ന് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഒരു ടൈമും അതിന്റെ ട്രയലിന്റെ ഇതും ഇല്ലാതെ പോകും. അതുകൊണ്ട് അവിടുത്തെ മേ എന്ന് പറയുന്നത് ഷാലായിട്ട് തന്നെ കൂട്ടേണ്ടി വരും. Yes. Anything more? Clear ആയോ? ഓക്കെ സർ, ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നാളെ വീണ്ടും BNSSന്റെ ക്ലാസ് ആണ് കേട്ടോ, 8:30. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. നാളെ ആരെങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ടോ? പറഞ്ഞിരുന്നവരാരെങ്കിലും പ്രിപ്പയർ ആയോ? സാർ എന്റെ അടുത്ത് അന്ന് അറസ്റ്റ് ലാസ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, എടുക്കാം കുഴപ്പമില്ല. നാളെ നമുക്ക് അറസ്റ്റ് നോക്കാം. ഓക്കെ സാർ. ശരി. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ് സാർ. നമ്മുടെ സോമൻ സാറിന് എങ്ങനെയുണ്ട് സാർ? സുഖായോ? സോമസാറിന് സുഖമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഒരു 2 മാസത്തേക്ക് അതങ്ങനെ തന്നെ കിടക്കണമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്തായാലും എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇരിക്കാമായിരുന്നെങ്കിൽ സാറ് ക്ലാസ് എടുത്തേനെ. പക്ഷെ ഇത് ഹിപ്പിനായതുകൊണ്ടേ അത് പിന്നെ ഒരു മൊബിലിറ്റി ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല.
ക്ലാസ് ഇല്ലാത്തതിന്റെ ഇല്ല സാർ, ഞാൻ ജസ്റ്റ് അന്ന് സാറ് പറഞ്ഞല്ലോ സോമൻ സാറിന് ഒരു എന്തോ വയ്യായി ഉണ്ട്. എന്തായാലും കുറച്ച് സമയം എടുക്കും സാർ ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട്. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ.